ഹല്ലേലൂയ. വലതുകരമുയർത്തി ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. 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 മകളെ, നമുക്ക് വളരെ ചുരുങ്ങിയ സമയമാണുള്ളത്. നിങ്ങൾക്ക് ഞാനിവിടെ തന്നെയുണ്ട്. വേണമെങ്കിൽ രാത്രി മുഴുവൻ ഞാൻ നിൽക്കാം. നിങ്ങളെന്നാലും അങ്ങനെ അല്ലല്ലോ. ജോലിയൊക്കെ കഴിഞ്ഞ് കുരിശിൻ്റെ വഴി ഞാൻ നോക്കി. കുരിശിൻ്റെ വഴിക്ക് എന്തൊരു നീളമാ ദൈവമേ. ആരാണ്ട് എന്നോട് പറഞ്ഞ അരമണിക്കൂറാണ് കുരിശിൻ്റെ വഴി തീരുമെന്ന്. ഞാൻ നോക്കിയപ്പോൾ 1.5 മണിക്കൂറാണ് കുരിശിൻ്റെ വഴി. നല്ല കുരിശിൻ്റെ വഴിക്ക് നീളം കൂടുതലായിരിക്കും. ചിലപ്പം നീളം കൂടുമ്പം കൃപ കൂടും. സഹനത്തിന് വേദന കൂടുമ്പോൾ അഭിഷേകം കൂടും. ഹല്ലേലൂയ. 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 ഇത്രയും സുന്ദരമായിട്ടുള്ള ഒരു കുരിശിൻ്റെ വഴിയില്ല പങ്കെടുത്തിട്ടില്ല. ജീവിതത്തിൽ പങ്കെടുത്തിട്ടില്ലെന്ന് പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല. കാരണം ജെറുസലേമിലൊക്കെ പോയി കുരിശിൻ്റെ വഴി ഭയങ്കര അഭിഷേകമായിരുന്നു. പക്ഷേ സത്യമായിട്ടും പുരുഷന്മാരും ഒക്കെ പാടി പ്രാർത്ഥിച്ച് ഈ കുരിശിൻ്റെ വഴി പങ്കെടുത്തുന്നത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം. വലിയ കൃപകൾ, ഒരു പരിഹാരമായത് ലോകം മുഴുവന് വേണ്ടി, നമുക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന മാത്രമല്ല, ലോകം മുഴുവന് വേണ്ടി. ഈശോയെ, നിന്റെ സകലത്തെ ഓർത്ത് ലോകം മുഴുവനോടും നീ കരുണയാകണേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു നമ്മുടെ കുരിശിന്റെ വഴി. ഹല്ലേലൂയ. 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 സങ്കീർത്തന പുസ്തകം 118 സങ്കീർത്തനം 118 സങ്കീർത്തനം പറയുന്നു, കർത്താവ് എന്റെ ബലമാണ്, കർത്താവ് എന്റെ ഗാനമാണ്. ഹല്ലേലൂയ. 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 കർത്താവിന്റെ ബലമാണ്. ഈസ് മൈ പവർ. എനിക്ക് കുരിശിന്റെ വഴി എനിക്കറിയാം. ഞാൻ കണ്ടു ചട്ടിച്ചട്ടിയൊക്കെ നടക്കുന്ന മനുഷ്യര്, കാലയിലൊക്കെ വലിയ വെച്ചുകെട്ടുമായിട്ട് നടന്നവര്. ഇത് നിങ്ങൾ തിരിച്ചു തന്നാൽ വെച്ചുകെട്ട് അയച്ചു കേട്ടോ. ഈ കുരിശിന്റെ വഴി കിട്ടിയ കൃപയാത്. മുട്ടിന് പ്രയാസം ഉണ്ടായിരുന്നവര്, കാലിന്റെ ആംഗിൾ എന്താ പറയുക, ആംഗിളിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നവര് ഒന്ന് പതുക്കുന്ന അനക്കി നോക്കി കാലൊന്ന്. കാലിന്റെ ആംഗിൾ മര്യാദയ്ക്ക് പ്രാർത്ഥിച്ചു വന്നവർക്ക് ഇത് കർത്താവ് അഭിഷേകം നന്നായിട്ട് വെളിപ്പെടുന്നുണ്ട്. കാല് കെട്ടിവെച്ചിരിക്കുന്ന, ഇങ്ങനെ ബാൻഡേജ് ഇട്ടിരിക്കുന്നവര്, പിന്നെ അങ്ങനെയുള്ളവർക്ക് കർത്താവ് ഈ യാത്രയിൽ കർത്താവിനെ ശ്രമിച്ചത്. ഹല്ലേലൂയ. 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 അങ്ങനെയുള്ളവര് ഈ നിമിഷങ്ങളിൽ കാലൊക്കെ നനക്കി നോക്കിക്കൊള്ളുക. കാലിന് വേദനയായിരുന്നു. അങ്ങനെയുള്ളവര് ഈ കുരിശിന്റെ വഴി വന്നപ്പോൾ കാലിലൊരു കെട്ടൊക്കെ ആയിട്ട് വന്നതാണ്. മുട്ടില് നീക്കാൻ പറ്റുന്നവര് ഈ സമയത്ത് കാലൊക്കെ വളച്ചു നോക്കിക്കൊള്ളുക. കർത്താവിന്റെ ബലമാണ്. മൈ പവർ. ഗോഡ് ഈസ് മൈ പവർ. വേറെ ഒന്നുമല്ല എന്റെ പവർ. എന്റെ ശക്തി എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. ലോകത്തിലുള്ള ആരുമല്ല എന്റെ ശക്തി. ലോകത്തിലുള്ള ഒന്നുമല്ല എന്റെ ശക്തി. എന്റെ ശക്തി എന്റെ കർത്താവാണ്. ഹല്ലേലൂയ. അവിടെ തന്നെ ഗാനവാ. ഒരു കുഞ്ഞിന് അമ്മ പാട്ടുപാടി കൊടുത്തു കഴിയുമ്പോ കുഞ്ഞിന്റെ ചുണ്ടിലേക്ക് നോക്കി, അമ്മയുടെ ചുണ്ടിലേക്ക് നോക്കി കിടക്കുന്ന കുഞ്ഞ് സാവധാനം അമ്മ പാടുന്നത് പോലെ കുഞ്ഞ് പാടാൻ തുടങ്ങും. ഇതുപോലെ ദൈവത്തിന്റെ ചുണ്ടിലേക്ക്, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിക്കിടുന്നവര് ഇതാ ഒരു പുതിയ പാട്ട് പാടാൻ പോവാ. ഒരു ആനന്ദം വരുമ്പോഴാണ് പാട്ട് പാടുന്നത്. ഇതാ കർത്താവ് നിന്റെ ജീവിതത്തിൽ ഒരു ആനന്ദമായിട്ട് അഭിഷേകമായിട്ട് മാറുക. ഹല്ലേലൂയ. 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 തിരുവചനം പറയുക, കർത്താവിന്റെ ബലവും എന്റെ ഗാനവുമാണ്, അവിടുന്ന് എനിക്ക് രക്ഷ നൽകി. ഇറ്റ് ഈസ് ഓൾറെഡി ഗ്രാന്റഡ് മക്കളെ. കൃപയുടെ പ്രത്യേകത നീ ഇതിൽ പങ്കെടുക്കുമ്പോ കൊച്ചു കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ 3-4 വയസ്സുള്ള കുഞ്ഞുങ്ങളും ഒക്കെ ഇങ്ങനെ നടക്കുക, കുരിശിന് വഴി നടക്കുക. ആ പൊന്നുമക്കൾക്കൊക്കെ കിട്ടിയ കൃപ എന്റെ പൊന്നുമക്കളെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതാ. നിങ്ങളെ ചിലരുടെ ചിലപ്പോൾ ഒരു യാത്ര നടത്തി കാണും, വരുന്ന വണ്ടി കാണും. പക്ഷേ ദൈവമക്കളെ, നീ കണ്ണീരോടെ ചന്തു പറഞ്ഞ് ആ യാത്ര നടത്തിയെങ്കിൽ നിന്റെ കൊച്ചിന്റെ 2 കുഞ്ഞുങ്ങളെ 2 കൈക്ക് പിടിച്ച് അമ്മ നടക്കുന്ന നടപ്പൊക്കെ ഞാൻ കണ്ടു. ദൈവമക്കളെ, തീർച്ചയായിട്ടും അതൊരു വിശുദ്ധ യാത്രയായിരുന്നു. ഒരു കുർബാനയുടെ ശക്തി ആ കുരിശിന്റെ വഴി യാത്രയിലായിരുന്നു. ഹല്ലേലൂയ. 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 ഞാൻ ആദ്യം വിചാരിച്ച സമയം പോവാണല്ലോ, പെട്ടെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി, കൂട്ടാ, ഇത് ഒരു കുർബാനയുടെ ശക്തി, ഒരു കുർബാനയുടെ ധ്യാനം, ഒരു കുർബാനയുടെ അഭിഷേകം എന്റെ മക്കൾക്ക് കൊടുക്കുക. കുരിശിന്റെ അഭിഷേകം, ഇത് കുരിശിലൂടെ നേടിയെടുത്ത രക്ഷയുടെ അഭിഷേകം മക്കൾക്ക് കിട്ടുക. ഹല്ലേലൂയ. അച്ഛന് പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതാ നീതിമാന്മാരുടെ കൂടാരത്തിൽ ജയഘോഷം. ഇന്ന് രാവിലെ കർത്താവ് മെസ്സേജ് ആയത്, ഇതാ നീതിമാന്മാരുടെ കൂടാരത്തിൽ ജയഘോഷം ഉയരുന്നു. കർത്താവിന്റെ വലതു കൈ
പ്രകടമാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ കൈ കൊണ്ട് ചെയ്യാൻ പറ്റാഞ്ഞ കാര്യങ്ങൾ ദൈവത്തിന്റെ കൈ കൊണ്ട് ഈ രാത്രിയിൽ ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകൈ ഹല്ലേലൂയ. എല്ലാവരും വലതുകൈ ഹല്ലേലൂയ. ഈ രാത്രിയിൽ ഒരിക്കലും സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ടും നീ കുരിശിന്റെ വഴി പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയില്ലേ, ഒരിക്കലും നടക്കുകയില്ലാന്ന് നിന്റെ മനസ്സ് പറഞ്ഞതാ. പക്ഷെ അറിയാതെ നീ പ്രാർത്ഥിച്ചു, കർത്താവേ ഈ കൺവെൻഷന് 3-ാം ദിവസത്തിലെത്തി 5 ദിവസങ്ങള്. ഈ കൺവെൻഷന്റെ 5 ദിവസം കഴിയുമ്പോ എന്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കൂടാരത്തിലായിരുന്ന പൈതല് ദൈവത്തിന്റെ വലതുകര നിന്റെ ജീവിതത്തിൽ കരുത്തു പ്രകടമാക്കപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുവചനം പറയുക, കർത്താവിന്റെ വലതുകൈ കരുത്ത് പ്രകടമാക്കി. കർത്താവിന്റെ വലതുകൈ മഹത്വമാ, ഗ്ലോറിയസ് ഹാൻഡ് ഓഫ് ഗോഡ്. മഹത്വം തരാൻ കഴിവുള്ള ദൈവത്തിന്റെ മഹത്വത്തിന്റെ കൈ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫ്രാൻസിസ് ചെമ്പറയായിരുന്നു ഇന്നലെ കുർബാന ഇവിടെ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു ചേച്ചിയുടെ ഹസ്ബൻഡ് മാസീവ് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഹോസ്പിറ്റലിലാണ്. ഒന്ന് വലതുവരെ ദൈവം അദ്ദേഹത്തെ എഴുന്നേൽപ്പിക്കാൻ പോവുക. ആ രോഗക്കിടക്കയിൽ നിന്ന് അത്ഭുതകരമായിട്ട് അദ്ദേഹം ഹൃദയമിടിപ്പ് നോർമലാക്കി കർത്താവ് മാറ്റാൻ പോവുക. അത്ഭുതകരമായ ശബ്ദങ്ങളായിട്ട് അവൻ കുരിശെടുത്തപ്പോൾ അവരുടെ ഹൃദയത്തിന്റെ പിടിപ്പ് ഈ സമയത്ത് ആ മകന് കിട്ടട്ടെ. കർത്താവിന്റെ വലതുകൈ മഹത്വമാക്കി, കർത്താവിന്റെ വലതുകൈ കരുത്ത് പ്രകടമാക്കി. He has shown, his right hand has shown the power of God is manifested. Hallelujah. ദൈവത്തിന്റെ കൈയുടെ കരുത്ത് അത് പ്രകടമാകാൻ പോകുന്നു ഈ സമയത്ത്. ഹല്ലേലൂയ. തിരുവചനം പഠിപ്പിക്കുക. അടുത്ത വാക്യം ശ്രദ്ധിച്ച് 118-ാം സങ്കീർത്തനം 17 വാക്യം. ഞാൻ മരിക്കുകയില്ല, ഞാൻ മരിക്കുകയില്ല. പറഞ്ഞേ, ഞാൻ മരിക്കുകയില്ല. വലതുകൈ മാറ്റി പറഞ്ഞു, ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവിക്കും. ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവിക്കും. ഹല്ലേലൂയ. ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവിക്കും. ഞാൻ കർത്താവിന്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും. ദൈവം നിന്റെ ജീവിതത്തിൽ ഇനി കർത്താവ് he has taken upon your life. He has taken up your life. അവൻ നിന്റെ ജീവിതം ഏറ്റെടുക്കുക പൈതലെ. അവൻ നിന്റെ ജീവിതം അച്ഛന്മാർ ഞാൻ നോക്കി വരും. തീർച്ചയായിട്ടും ഇത്രയും വൈദികരിങ്ങനെ തോളോട് തോൾ ചേർന്ന് നിന്ന് ഒരു കൺവെൻഷന്റെ തൂണായി മാറുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുക. കൈയടിച്ച് കർത്താവിന് മാറ്റം കൊടുത്തു. കൈനോപോലെ കൈയടിച്ച് കർത്താവിന് മാറ്റം കൊടുത്തു. ഈ കൺവെൻഷൻ പന്തലിന്റെ തൂണായിട്ട് മാറിയ വൈദികര് നന്നായിട്ട് കൈനോപോലെ കൈയടിച്ച് കർത്താവിന് മാത്രം. കർത്താവ് സന്തോഷമുള്ള കർത്താവിന്റെ പുരോഹിതരെ ബഹുമാനിക്കുന്ന കർത്താവിന്റെ കൈ ഉയർത്തിയത് കൈയടിച്ച്, കൈ ഉയർത്തിയെന്ന് കൈയടിച്ച്. നമ്മളെ തിരുവചനം പഠിപ്പിക്കാം. കർത്താവിന്റെ പ്രവർത്തികൾ ഞാൻ പ്രഘോഷിക്കും, അവരെ പ്രഘോഷിക്കുക. 22-ാം വാക്യം നമ്മളിത് കുർബാനയിൽ വായിച്ചു. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല്. ഈ രാത്രിയുടെ അത്ഭുതമില്ല മക്കളെ. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല്. ജെറൂസലേമില് ഹോളി ലാൻഡിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ കാൽവരി പള്ളിയിൽ നിങ്ങൾ കാണുന്നൊരു കാഴ്ച, ഒരു മൺകല്ല് വെച്ചിട്ടുണ്ട്. ആ മൺകല്ല് കാണിച്ചുകൊണ്ട് അവിടുത്തെ ഗൈഡ് പറയും, ഇതെന്താണെന്നറിയാമോ, അന്ന് ആ കാൽവരി കുരിശ് നാട്ടാൻ അവിടെ ആ മലയിലൊരു കല്ലില്ലായിരുന്നു. അത് ദേവാലയം പണിതപ്പോ കൊള്ളില്ല, ഇത് മൺകല്ലാണെന്ന് പറഞ്ഞ് മാറ്റിയിട്ടിരുന്ന കല്ലാണിത്. ഈ കല്ലുകൊണ്ടാണ് കാൽവരി കുരിശ് ഉറപ്പിച്ചതെന്ന് അവർ പറഞ്ഞുവെന്ന് ഞാൻ പണിക്കാർക്ക് വേണ്ടായിരുന്നെങ്കിൽ കർത്താവിന്റെ കാൽവരി കുരിശിൽ ഉറപ്പിക്കാനായിട്ട്, കാൽവരി കുരിശിന്റെ ചോര വീഴാൻ വേണ്ടി കർത്താവിന്റെ കല്ല് വേണമായിരുന്നു. കർത്താവ് മാറ്റിവെച്ച കല്ലായിരുന്നത്. ക്രിസ്തുവിന്റെ രക്തം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റമാണ്. ഉപേക്ഷിച്ച് കളഞ്ഞവരൊക്കെ, വേണ്ടാന്ന് പറഞ്ഞതൊക്കെ, തള്ളിക്കളഞ്ഞതൊക്കെ കർത്താവ് ചേർത്ത് പിടിക്കാൻ പോവുക. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി. ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ്. ഇത് നമ്മുടെ ദശയിൽ വിസ്മയാവഹമായിരിക്കുന്നു. കർത്താവ് ഒരുക്കിയ ദിവസമാണിത്. നമുക്ക് ആഹ്ലാദിക്കാമായിരിക്കാം. ഇത് ഗ്രഹങ്ങൾ ഉയർത്തി ഒരത്ഭുതകരമായ ഒരു അഭിഷേകം, ഒരത്ഭുതകരമായ
ഒരു കൃപ മക്കൾക്ക് സ്വീകരിക്കും. എല്ലാവരും സാധ്യതകളെല്ലാം എല്ലാം പറഞ്ഞത് ഒന്നും നിങ്ങൾ ആരും ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ആരും ആയിക്കൊള്ളട്ടെ. ഇത് ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ മഞ്ഞ് പെയ്യുന്നത് പോലെ, മഴ പെയ്യുന്നത് പോലെ, കാറ്റടിക്കുന്നത് പോലെ ദൈവമക്കളുടെ ഹൃദയങ്ങളിലേക്ക്, ജീവിതങ്ങളിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തി വിളിക്കാം. ഈശോയേ, 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 കരങ്ങളടിച്ച് തളരും മനസ്സുകളിൽ പുതിയൊരു ജീവൻ നൽകണമേ. തളരും മനസ്സുകളിൽ പുതിയൊരു ജീവൻ നൽകണമേ. വീണ്ടും എനിക്കു നൽകണമേ പുതിയൊരു ബന്ധപുസ്ത. വീണ്ടും എനിക്കു നൽകണമേ പുതിയൊരു ബന്ധപുസ്ത. അത്ഭുതമൊഴുകും കൈകൾ നീട്ടണമേ. അത്ഭുതമൊഴുകും കൈകൾ നീട്ടണമേ. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ. പരിശുദ്ധാത്മാവ് കാൽവരി കുരിശിൽ നിന്നും വീശിയടിച്ച കൊടുങ്കാറ്റ് സെഹിയോൻ നടന്നതുപോലെ ഈ അത്ഭുത കുരിശിൽ നിന്നും ആഞ്ഞടിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൊടുങ്കാറ്റ് ഈ മക്കളുടെ ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ പുതിയ സൃഷ്ടിയായി മാറാൻ പോവുക, ഒരു പുതിയ കൃപതയാൻ പോവുക, ഒരു പുതിയ സൗഖ്യം ഉണ്ടാകാൻ പോവുക. ജനകോടികളെ വീണ്ടും ഉണർത്തണമേ. അത്ഭുതങ്ങളും അടയാളങ്ങൾ വീണ്ടും നൽകണമേ. ആദിയിലെ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ. അത്ഭുതങ്ങളും അടയാളങ്ങൾ വീണ്ടും നൽകണമേ. അത്ഭുതമൊഴുകും കൈകൾ വീട്ടണമേ. അത്ഭുതമൊഴുകും കൈകൾ ഉണർവിൻ കൊടുങ്കാറ്റേ വീശണമേ. ഉണർവിൻ കൊടുങ്കാറ്റേ വീശണമേ. സ്തുതിച്ച മകളെ സ്തുതിച്ച് സർവത്തെ സ്തുതിച്ച് പോലെ സ്വരത്തിൽ അഭിഷേകത്തിട്ടുപോലെ ഞാനൊരു അഭിഷേകം പ്രാപിക്കുമ്പോൾ ഈ സ്തുതിപ്പിലേക്ക് പോകട്ടെ. ഞാനൊരു അഭിഷേകം പ്രാപിക്കുമ്പോൾ അവിടുത്തെ ആരാധിച്ച് അടുത്ത് നിൽക്കുന്നവരെ നോക്കില്ല. സ്വർഗത്തിൽ നോക്കുന്ന ദൈവത്തെ നോക്കിയ അടുത്ത് നിൽക്കുന്നവരെ നീ നോക്കണ്ട. സ്വർഗത്തിൽ നിന്ന് നോക്കുന്ന ദൈവത്തെ കാണാ. പരിശുദ്ധാത്മാവേ സ്വരത്തിൽ സ്തുതിച്ച് സ്വരത്തിൽ സ്തുതിച്ച് അടുക്കാതെ സ്തുതിച്ച് അടുപ്പമാവട്ടെ, അടുപ്പമാവട്ടെ. ചൂട് പിടിക്കട്ടെ, ചൂട് പിടിക്കട്ടെ. പളച്ചമാവട്ടെ, പളച്ചമാവട്ടെ. ബലപ്പെടട്ടെ, ബലപ്പെടട്ടെ. അസ്ഥി സംബന്ധമായിട്ട് രോഗപീഠകള്, കഴുത്തിൽ കോളുകൾ ധരിക്കുന്നവര്, അരയിൽ ബെൽറ്റ് ധരിക്കുന്നവര്, നട്ടല് സംബന്ധമായിട്ട് രോഗപീഠകളുള്ള മക്കള് ഈശോ കർത്താവ്. എന്നാൽ 28-ലധികം പേരുടെ നട്ടല് സംബന്ധമായ, കഴുത്തുള്ള ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ സുഖപ്പെടുത്തുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു.
നിങ്ങൾ കൃപയെ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും അഭിഷേകം പ്രാപിക്കുന്ന ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കഠിനമായിട്ടുള്ള ചുമ, തുമ്മല്, ശ്വാസം മുട്ടല്, അലർജി രോഗങ്ങള്, ആസ്മാറ്റിക് രോഗപീഠകള്, ലങ്സ് സംബന്ധമായ രോഗങ്ങള്, ഈശോ കർത്താവ് ഏതാണ്ട് 36 മക്കൾ സൗഖ്യം പ്രാപിക്കുന്നതാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു. കാലുകൾക്ക് ബലക്കുറവ്, കാലുകൾക്ക് വേദന, കാലുകൾക്ക് ഒടിവ് സംഭവിച്ച അവസ്ഥകള്, കാലുകുത്തി നടക്കാനായിട്ട് പ്രയാസമുള്ളവര്, കാലുകുത്തി നടന്നിട്ട് നാളുകളായിട്ടുള്ള മക്കള്, കാലിലെപ്പോഴും നീര്, ബലക്കുറവ്, ഈശോയുടെ പരിശുദ്ധാത്മാവ് ഇതാ ഏതാണ്ട് 40-ലധികം മക്കളുടെ കാലുകൾ സംബന്ധമായ രോഗങ്ങൾ സുഖപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു. സെലിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ജോബിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അലനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. കുര്യനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. മാത്യുവിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഷൈനിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. മോളിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ജോയ്സിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. അൽഫോൺസായെ കർത്താവ് അനുഗ്രഹിക്കുന്നു. മരിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. സീനലിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. സേനയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഫ്രാൻസിസിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. മനോജിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ജോസിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഐസിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ജോഷിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് സൗഖ്യം കിട്ടിയിട്ടുണ്ട്. 4 കുഞ്ഞുങ്ങളെ ഈശോ കാണിച്ചു തരിക. ചില രോഗപീഠ, വിട്ടുമാകാത്ത രോഗപീഠകൾ, കൂടെ പനിയെ, ഇൻഫെക്ഷനൊക്കെ വരുന്ന കുഞ്ഞുങ്ങൾ, ഈശോ കർത്താവിനെ 16-ലധികം കുഞ്ഞുങ്ങളെ സൗഖ്യം പ്രാപിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. നെഞ്ചോട് ചേർത്ത് വെച്ച മക്കളെ, ഒരു ശാരീരിക സൗഖ്യം അല്ല കർത്താവേ എനിക്ക് വേണ്ടത്, എന്റെ ആത്മാവിന്റെ സൗഖ്യം. കർത്താവേ എസെക്കിയേലിലൂടെ പറഞ്ഞില്ലേ ഒരു പുതിയ ഹൃദയം തരാന്ന്. എസെക്കിയേലിലൂടെ പറഞ്ഞില്ലേ ഒരു പുതിയ ചൈതന്യം തരാന്ന്. Heal my heart, Lord. Heal my soul, Lord. Heal my spirit, Lord. എന്റെ അരൂപിയെ, എന്റെ അരൂപിയെ ഭർത്താവേ, ലോകത്തിന്റെ അരൂപിയായിരിക്കും, ജഡത്തിന്റെ അരൂപിയായിരിക്കും, സ്വാർത്ഥതയുടെ അരൂപിയായിരിക്കും. ഈശോയെ, എന്റെ ഹൃദയം കർത്താവ് നീ പറഞ്ഞതുപോലെ സ്റ്റോണി ഹാർട്ട്, കരിക്കള്ളി പോലത്തെ ഹൃദയത്തെ, സ്നേഹിക്കാൻ അറിയാത്ത ഹൃദയത്തെ, ചേർത്ത് പിടിക്കാൻ അറിയാത്ത ഹൃദയത്തെ, കരുണ കാണിക്കാൻ അറിയാത്ത ഹൃദയത്തെ ഒരു മാംസള ഹൃദയമായി കുത്തിയാല് ചുവരൊഴുകുന്നൊരു ഹൃദയമാക്കി, കുത്തിയാല് ചുവരൊഴുകുന്ന കരുണയൊഴുകുന്നൊരു ഹൃദയമാക്കി എന്റെ ഹൃദയത്തെ മാറ്റണേ കർത്താവ്. ഈശോയെ, പൊന്നുമക്കളെ കാണണേ കർത്താവ് കൊടും തണുപ്പത്ത്. കർത്താവെ, ശരിക്കും എനിക്ക് കുറ്റബോധമുണ്ട് ഈ രാത്രിയിൽ. ഈ ദേശാന്തരങ്ങളിൽ ഈ പാപങ്ങളെ വിളിച്ചു കൂട്ടുമ്പോ കർത്താവെ നീ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ മക്കൾക്ക് വേണ്ടി ചെയ്യണം കർത്താവ്. എന്റെ അയോഗ്യതകളെ നീ പരിഗണിക്കല്ലേ, എന്റെ കുറവുകളെ നീ പരിഗണിക്കല്ലേ. ഈ പൊന്നു മക്കളെ നീ കാണണം. ഈ രാത്രി ഈ അത്ഭുത കുരിശിനെ ചുവട്ടിരിക്കുന്ന ഈ മക്കളെ നീ കാണണം. മക്കളെ നിലവിളി നീ കേൾക്കണം, മക്കളെ കണ്ണീര് നീ കാണണം. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തി ഉണരാ ചൊരിയണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തി ഉണരാ കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച്
പുതിയൊരു ജനനം നൽകും. മാതാവിന്റെ മുഖമൊന്ന് കണ്ട ഈ സമയത്ത് അമ്മേ മാതാവേ, അമ്മേ മാതാവേ, കൂടെ നിൽക്കണേ അമ്മേ. സ്വർഗം തന്ന, കുരിശ് തന്ന വലിയ സമ്മാനമാണല്ലോ അമ്മേ. പൊന്നുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങേ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വര പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കൊരു സ്തുതി പറഞ്ഞ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. വലത് കനുമേർത്തിൽ 3 ഹല്ലേലൂയ വിളിച്ചിട്ടിരിക്കാവോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് നോക്കണേ, കർത്താവ് അനുഗ്രഹിക്കും. ഈ മലയെ കർത്താവ് അനുഗ്രഹിക്കും. ഇന്നിങ്ങോട്ട് വന്ന സകലരെയും കർത്താവ് അനുഗ്രഹിച്ചിരിക്കുക. പ്രസംഗം നിർത്തേണ്ട സമയമായി, 8 മണിയായി. ഈശോ കൊണ്ടുവന്ന പോട്ടല്ലേ, നമ്മുടെ പദ്ധതിയില്ല, മനുഷ്യൻ്റെ പദ്ധതിയല്ല, ദൈവത്തിൻ്റെ പദ്ധതി. പെട്ടെന്ന് നമ്മൾ ചാടി കുറച്ച് വിഷയങ്ങൾ കാണാൻ പോവുക. പെട്ടെന്ന് പറഞ്ഞു പോകും. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യം. ഇന്നലെ ബൈബിളുമായിട്ട് കുറച്ച് കുഞ്ഞുമക്കൾ വന്ന് മുമ്പിരിപ്പുണ്ടായിരുന്നു. ഇന്ന് ബൈബിളും ഇല്ല, കുഞ്ഞുമക്കളെയും കാണുന്നില്ല. അപ്പോൾ അങ്ങനെ ആയിരിക്കും സീറ്റ് കിട്ടി കാണുകയില്ലല്ലേ. കുരിശിൻ്റെ വഴി വന്നപ്പോൾ ഈ അമ്മച്ചിമാരെല്ലാം ചേച്ചിമാരെല്ലാം കൂടെ ചേർത്ത് മുമ്പിലിരിക്കുന്നവർക്ക് അഭിഷേകം കൂടുതലാണ് കേട്ടോ. അവിടെ നാളെ നമുക്ക് കസേരകൾക്ക് ഇടാനുള്ള സ്ഥലം കഴിയും. നാളെ താഴെ ഒരു കാർപ്പറ്റും കൂടി ഇടും, നിലത്തിരിക്കാം, അല്ലെ പള്ളിക്കകത്തിരിക്കാം. നാളെ ഈ ദേശത്തുള്ള സകല കുടുംബങ്ങളും ഇവിടെത്തും. ദേശത്തുള്ള എല്ലാ കുടുംബങ്ങളും വണ്ടിയും പൈസയൊക്കെ നോക്കിയാൽ നാളെ വണ്ടിയും പൈസയൊന്നുമില്ല. വണ്ടിയും പൈസയൊന്നും കാണത്തില്ല എപ്പോഴും. വണ്ടിയും പൈസയൊന്നും എപ്പോഴും കാണത്തില്ല. ഇറങ്ങണം. അച്ഛന്മാർ കഞ്ഞിയും വെച്ച് കാത്തിരിക്കുക. കഞ്ഞി കൊണ്ട് കേട്ടോ, എല്ലാവരും കഞ്ഞി കുടിച്ചിട്ട് പോകാവുള്ളൂ. ഇഷ്ടംപോലെ കുടിക്കണമെന്നാണ് മനോജൻ പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യം. അടുത്ത ദിവസം യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ആര്? സ്നാപക യോഹന്നാൻ, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ, ഇതാ ഉലകിൻ പാപങ്ങളെ പോക്കും കടവുളിൻ സെമ്മരി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മാസം നിന്ന് ഇച്ചിരി തമിഴ് പിടിക്കാൻ വഴിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കടവുളിൻ സെമ്മരി, ഉലകിൻ പാപങ്ങളെ പോക്കും, ഉലകിൻ പാപങ്ങളെ പോക്കും കടവുളിൻ സെമ്മരി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കേ, തുടർന്ന് വീണ്ടും അടുത്ത വചനം വീണ്ടും കാണുകയാണ്. യോഹന്നാന്റെ സുവിശേഷം തന്നെ 1-ാം അധ്യായത്തിൽ തന്നെ 36-ാം വാക്യം. യേശു നടന്നു വരുന്നത് കണ്ടു പറഞ്ഞു, ഇതാ കടവുളിൻ സെമ്മരി, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കൾ, നമ്മൾ കൺവെൻഷൻ ആരംഭിച്ചത് കൂടാര തിരുനാളിലാണ്. 3 തിരുനാളുകളാണ് യഹൂദർക്കുള്ളത്. നമ്മൾ 3 തിരുനാളും ഇവിടെ ആഘോഷിച്ചിട്ട് പോന്നെ. ഇന്ന് നമ്മൾ പെസഹ തിരുനാളിലെത്തുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൂടാര തിരുനാളിൽ കർത്താവ് പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ നിന്ന് കുടിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ഗ്രന്ഥം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. In Christ, the feast of tents, the feast of Passover, and the feast of Pentecost become one. Hallelujah, hallelujah. കൂടാര തിരുനാളും പെസഹ തിരുനാളും പെന്തക്കോസ്ത തിരുനാളും ക്രിസ്തുവിൽ ഒറ്റ പെരുന്നാളായി മാറുന്നു. ഹല്ലേലൂയ. അവനാൻ തുടങ്ങുക. ഇതാ പെസഹ തിരുനാള്. പെസഹ തിരുനാളിന് യഹൂദന്റെ ചങ്കിടിക്കും ഇങ്ങനത്തെ വാക്കൊക്കെ. കുഞ്ഞാട്, പെസഹ കുഞ്ഞാട് എന്ന വാക്കൊക്കെ ചങ്കിടിപ്പിക്കുന്ന വാക്ക. എന്താ പറയുക? ഉലകിൻ പാപങ്ങളെ പോക്കും. അവങ്ങളെ രോഗം മാറ്റാൻ ആശുപത്രി പോയി മാറിയെന്നിരിക്കും.
കടം വീട്ടാൻ ഏതെങ്കിലും ബാങ്കിൽ ചെന്ന് ലോൺ എടുത്ത് ചിലപ്പോൾ കടം വീട്ടി പരിഹരിക്കാൻ പറ്റും. ഒരു കുടുംബ പ്രശ്നം ചിലപ്പോൾ പറഞ്ഞാൽ തീർന്നെന്നിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും, ലോകത്തിലെ മുഴുവൻ പ്രശ്നവും നമുക്ക് പരിഹാരമുണ്ട്, എക്സെപ്റ്റ് ഫോർ സിൻ. ആത്മാവിന്റെ വിഷയത്തിന് ഈ ഭൂമിയിൽ പരിഹാരമില്ല. നിന്റെ കടബാധ്യത മാറ്റാനുണ്ട്, നിന്റെ കള്ളുകൂടി മാറ്റാൻ പറ്റൂ, നിന്റെ വഴക്കാളി സ്വഭാവം മാറ്റാൻ പറ്റൂ, നിന്റെ പഠന വൈകല്യത്തെ മാറ്റാൻ പറ്റൂ, നിന്റെ ജീവിതത്തിലെ പരാജയത്തെ മാറ്റാൻ പറ്റൂ, നിന്റെ ജീവിത നിരാശയെ മാറ്റാൻ പറ്റും. പക്ഷേ നിന്റെ പാപം, നിന്റെ എന്ത് പ്രശ്നമാണെങ്കിലും ശരി, നിന്റെ കടബാധ്യത, നിന്റെ പ്രശ്നങ്ങളെല്ലാം, എല്ലാത്തിനും പരിഹാരമുണ്ട്. പക്ഷെ നിന്റെ ആത്മാവിന്റെ വിഷയത്തിന് ഒരു പരിഹാരമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പരിഹാരത്തിന്റെ പേരാണ് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻകുട്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സുവിശേഷം എന്ന് പറയുന്നത് കപ്പന്മാറി ഇൻട്രോഡക്ടറി സീന. കുഞ്ഞാടിനെ കാണിക്കുക. യഹൂദൻ തലകുനിക്കും, യഹൂദൻ വണങ്ങും. കാരണം അവന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ് ഈ ചെമ്മരിയാട്ടിൻകുട്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ല മക്കളെ, യഹൂദന്റെ ഹൃദയമല്ല, ലോകത്തിന്റെ മുഴുവൻ ഹൃദയമാണ്. സ്വർഗത്തിലെ പള്ളിയിൽ നിന്ന് താഴെ ഇറങ്ങി വന്ന് ഭൂമിയിലെ പള്ളിയിൽ കുർബാന ചൊല്ലിയവൻ അല്ല ക്രിസ്തു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഭൂമിയുടെ നിറകയിൽ കാൽവരിയുടെ മലയിൽ ഇതാ ബലിയർപ്പിച്ചവനാണ് ക്രിസ്തു. That makes the difference. ഇവിടെ ആർക്കും വരാം, ഹൈന്ദവന് വരാം, മുസൽമാന് വരാം, ബുദ്ധിസ്റ്റിന് വരാം, ചൈനീസിന് വരാം, നിരീശ്വരവാദിക്ക് വരാം. ഹല്ലേലൂയ. മക്കളെ, ഈ കൂടാരം വെളിയിൽ കെട്ടി ഈ രാത്രിയിൽ ഇരിക്കുമ്പോ സ്വർഗത്തിലെ പള്ളിയിൽ നിന്ന് ഭൂമിയിലെ പള്ളിയിലേക്ക് ഇറങ്ങി വന്ന ഒരു ദൈവത്തിന്റെ ആഘോഷമല്ലത്. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഭൂമിയുടെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻകുട്ടിയുടെ പെരുന്നാളായത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മക്കളെ, ഇന്നലെ പറഞ്ഞു വെച്ച വചനം കിട്ടിയ സങ്കീർത്തനം 49:7. തന്നെ വീണ്ടെടുക്കാനോ സ്വന്തം ജീവന്റെ വില നൽകാനോ ആർക്കുമാവില്ല. ജീവന്റെ വിടുതൽ വില അത് കൊടുക്കുവാൻ എന്ത് കൊടുത്താലും അത് തീരുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ജീവന്റെ വിലയുടെ പേരാണ് ക്രിസ്തുവിന്റെ ജീവൻ. ഹല്ലേലൂയ. നിന്റെ ജീവന്റെ പേരാണ്, നിന്റെ വിടുതലിന്റെ പേരാണ് ക്രിസ്തുവിന്റെ ജീവൻ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് കുർബാന. തുടർന്ന് വായിച്ചേ. യോഹന്നാൻ ഭയങ്കരനാ. ചങ്കെ ചാരിക്കടന്ന് വെറുതെ ഒന്നുമല്ല മക്കളെ, ചങ്കെ ചാരിക്കടന്ന് ചങ്കിലെ രഹസ്യം മുഴുവൻ പിടിച്ചെടുത്ത സുവിശേഷകന്റെ പേരാ യോഹന്നാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവങ്ങളെ ചങ്കെ ചാരിക്കിടക്കുന്നത് ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കാനാവണം. ചങ്കെ ചാരിക്കിടക്കുന്നത് ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കാനാവണം. ചങ്കിൽ ചാരിക്കിടക്കുന്നത് പാപത്തിന്റെ സുഖത്തിന് വേണ്ടി ആയിരിക്കരുത്. ചങ്കിൽ ചാരിക്കിടക്കുന്ന ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടാനാ. ഭർത്താവ് ഭാര്യയുടെ ചങ്കിച്ചാരുമ്പോഴും ഭാര്യ ഭർത്താവിനെ ചങ്കിച്ചാരുമ്പോഴും ദൈവിക സ്നേഹത്തിന്റെ രഹസ്യങ്ങളും വെളിപ്പെട്ട് കിട്ടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കിക്കേ, യോഹന്നാൻ ഭയങ്കര രസമാ. 1:32 വായിച്ചേ. 32 വാക്യം ഇങ്ങനെയാ പറയാ, രാമകം പറയാ, ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്ന് ആരുടെ മേൽ ഇറങ്ങി വന്ന് ആവസിക്കുന്നുവോ അവനാണ് ക്രിസ്തു. മക്കളെ, കുർബാന എന്ന് പറഞ്ഞ എന്തായിരുന്നു? ഈ അച്ഛന്മാരെല്ലാം കൂടെ കൈനീട്ടുന്ന കണ്ടില്ലേ? നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. സ്വർഗത്തിൽ നിന്ന് ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ വസിക്കുന്നത് നീ കാണുന്നുവോ അവനാണ് വരാനിരിക്കുന്ന ക്രിസ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ മേൽ പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു, ഞാനത് സാക്ഷ്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവളെ ക്രിസ്തു ഒരു പ്രതിമയുടെ പേരല്ല ക്രിസ്തു. നിങ്ങൾ പറയുന്നത് പോലെ ഒരു ദൈവത്തിന്റെ പേരും അല്ല ക്രിസ്തു. അവൻ ദൈവം തന്നെയാ. ഒരു ദൈവത്തിന്
ക്രിസ്തു, അവനാണ് സത്യദൈവം. Hallelujah. And he is the true God. Hallelujah. 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 നോക്കിക്കേ, അവൻ ആരുടെ മേൽ ഇറങ്ങി വന്ന ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ വസിക്കുന്നത് നീ കാണുന്നുവോ, അവനാണ് പരിശുദ്ധാത്മാവിനെ കൊണ്ട് സ്നാനം നൽകുന്നത്. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ആത്മാവ് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടതാ. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ദൈവമക്കളെ, ബലിയാണ് ഇന്നത്തെ വിഷയം. ബലിയാണ്. ആദ്യത്തെ ബലി എവിടെ തുടങ്ങും? ഉൽപ്പത്തി പുസ്തകത്തിൽ തുടങ്ങും. ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു കൊച്ചു പയ്യൻ ഈശോയുടെ പ്രീഫിഗറേഷൻ ഓഫ് ക്രൈസ്റ്റ്, ഈശോയുടെ ഒരു കുഞ്ഞീശോ എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. അവന് ബൈബിൾ ഇട്ടിരിക്കുന്ന പേര് ആബേൽ. ഒരു കുഞ്ഞീശോ. ബൈബിളിന്റെ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 4-ാം അധ്യായത്തിൽ കാണുന്ന ഒരു കുഞ്ഞീശോയുടെ പേര് ആബേൽ. ചേട്ടായിയുടെ പേര് കയൻ. ആദം അവ്വ നമ്മുടെ അപ്പൂപ്പന് കൊടുത്ത മക്കളുടെ പേരുകളായത്. നമ്മുടെ ചേട്ടായിമാര് കായേനും ആബേലും. വചനം സമയമൊക്കെ അതുകൊണ്ട് പോകുന്നില്ല, നിങ്ങൾ വായിക്കണം പോയിട്ട്. 4-ാമത്തെ ആയോ പറഞ്ഞുകൊണ്ടിരിക്കണേ. എന്താ മക്കളെ സംഭവിച്ചത്? ഇതാ ഒരുത്തൻ ഇങ്ങനെ വല്ലാതെ പിശാച് കൂടി നടക്കുക, ദൈവത്തിന്റെ പിടിവിട്ട് നിൽക്കുന്ന ഒരുത്തൻ. അവന്റെ പേര് കായൻ. പൊന്നു മക്കളെ, ആര് ദൈവത്തിന്റെ പിടിവിട്ട് നിൽക്കുന്നുവോ അവനെ പറ്റി പറയുക, അവൻ കോപിച്ചിരുന്നു, അവന്റെ മുഖം കറുത്തിരുന്നു, അവന്റെ മുഖം വാടിയിരുന്നു, അവൻ തളർന്നിരുന്നു. വിഷമം തോന്നില്ല. ആരുടെ മുഖം വാടിയിരിക്കുന്നുവോ, ആര് തളർന്നിരിക്കുന്നുവോ, ആര് കോപിച്ചിരിക്കുന്നുവോ, അവൻ ക്രിസ്തുവിൽ നിന്ന് അകലെയാണ്. ക്രിസ്തുവിലായിരിക്കുന്നവന് ദുഃഖിക്കാനാവില്ല, ക്രിസ്തുവിലായിരിക്കുന്ന നിരാശപ്പെടാനാവില്ല, ക്രിസ്തുവിലായിരിക്കുന്നവന് കോപിക്കാനാവില്ല. കാരണം അത് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളല്ലെന്നേ. ഹല്ലേലൂയ. നോക്കിക്കേ, ഒരു ദിവസം കായേൻ തന്റെ സഹോദരൻ, 8-ാം വാക്യം വായിക്കുന്നേ. ഒരു ദിവസം കായേൻ തന്റെ സഹോദരൻ ആബേലിനോട് പറഞ്ഞു, വാ വയലിൽ പോകാം. അങ്ങനെ വല്ലാത്ത ഇമേജസ് കിടക്കുക കേട്ടോ. കർത്താവിൻ്റെ വയലെന്നൊക്കെ പറയാറില്ലേ? സെമിനാരിൽ ചെന്നപ്പോൾ ചോദിച്ചു, കൊർന്നേലിയോസ് ചോദിച്ചു, കൊച്ചെന്തിനാ വന്നേ? വികാരിച്ചൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, കർത്താവിൻ്റെ വയലിൽ വേലയ്ക്ക് പോകാൻ വന്നതാ. അപ്പോൾ കൊർന്നേലിയോസ് പറഞ്ഞു, വയലിലെ പണിയൊക്കെ അറിയാവോ? ഞാൻ പറഞ്ഞു, എൻ്റെ പൊട്ടത്തരം പറഞ്ഞു, കാര്യമായിട്ടൊന്നും അറിയത്തില്ല. റബ്ബറിൻ്റെ പാലൊക്കെ പൊളിക്കാനൊക്കെ അറിയാം. വയലൊന്നും ഞങ്ങളുടെ നാട്ടിലില്ല പിതാവേ. അമ്മ വീടിനടുത്തൊരു കൊച്ചു വയലുണ്ട്, അതിങ്ങനെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ വയലിലെ പണിയൊന്നും വെളിപ്പെടുത്തവില്ല. അപ്പം കൊച്ചിവിടെ നിന്ന് വയലിലെ പണിയൊക്കെ പഠിച്ചു. എന്നിട്ട് കർത്താവിൻ്റെ വയലിൽ പണിയാം. ഹല്ലേലൂയ. 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 ഓക്കേ, വയലിലേക്ക് പോകാം. ഓക്കേ, ഇൻവിറ്റേഷൻ ടു ദ ഹാർവസ്റ്റ്, ടു ദ ഫീൽഡ്. കായൻ സഹോദരൻ ആബേലിനോട് പറഞ്ഞു, നമുക്ക് വയലിൽ പോകാം. അപ്പോൾ വയലിലായിരിക്കെ കായൻ ആബേലിനോട് കോപിച്ചു. അവൻ്റെ നെഞ്ചിൽ കയറി ഇരുന്ന് കല്ലുകൊണ്ട് അവൻ്റെ തലക്കടിച്ച് അവനെ കൊല്ലുക. ആദ്യത്തെ ബലി. ഈ ഭൂമിയിൽ ആദ്യം വീഴുന്ന രക്തത്തുള്ളികൾ കൊച്ചു ക്രിസ്തു. അടുത്തൊരു വാക്യമുണ്ട്. അതാണ് ഞാനിപ്പോൾ വായിച്ച് കേൾപ്പിക്കാൻ പോകുന്നത്. കർത്താവ് ചോദിക്കുന്നുണ്ട്, വല്ലാത്ത ചോദ്യങ്ങൾ, സമയമില്ലാത്തതുകൊണ്ട് ചോദിച്ചേക്കാത്. നിന്റെ സഹോദരൻ ആബേലിൽ എവിടെ? സഹോദരങ്ങളോടൊക്കെ പിണങ്ങിയിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെവിക്കാത്തൂടെ നിന്ന് കയറിപ്പോട്ടെ. നിന്റെ സഹോദരനെ കൂടാതെ നിന്നെ രക്ഷിക്കാൻ നിന്റെ ദൈവത്തിനാവില്ല. നഷ്ടങ്ങൾ വരട്ടെ മക്കളെ. ഈ ഭൂമിയിലെ നഷ്ടങ്ങളൊക്കെ തിരിച്ചു പിടിക്കാവുന്ന നഷ്ടങ്ങളേ ഉള്ളൂ. പക്ഷേ പാരഡൈസ് ലോസ്റ്റ്, യെസ്, ഇറ്റ് ക്യാൻ ബി റീഗെയിൻഡ്. പാരഡൈസ് പോയ, സ്വർഗം പോയ, ദൈവവിളി പോയ തിരിച്ചു പിടിക്കാൻ പറ്റിയെന്ന് വരത്തില്ല അല്ലേ? പൗരോഹിത്യം നഷ്ടപ്പെടാൻ നിങ്ങൾ എന്നെ ഇവിടെ കയറ്റുമോ? ഓടിക്കും, കല്ലെറിയും. പാമ്പൻ പട്ടിയെപ്പോലെ നിങ്ങൾ എന്നെ എറിഞ്ഞോടിക്കും, പേപ്പട്ടിയെപ്പോലെ ഉറഞ്ഞോടിക്കും. ഈ ഉടുപ്പെട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ ആൾക്കാരെ നിൽക്കുന്നത്. ഇതൊന്ന് പോയാ പിന്നെ കൊള്ളില്ല മക്കളെ. സന്യാസി മക്കൾ ഇവിടെ ഇരിപ്പുണ്ട്. എല്ലാവരോടും ഇവിടെ പരിശുദ്ധാത്മാവ് പറയേണ്ട കാര്യമില്ലാന്ന് ചിലർക്കൊക്കെ തോന്നും. പക്ഷെ പരിശുദ്ധാത്മാവ് തോന്നിപ്പിച്ച ഇതിൻ്റെ ഒരു വില, ഇതിൻ്റെ ഒരു മഹത്വം, ഇതിൻ്റെ ഒരു മൂല്യം, ഇത് സ്വർഗത്തിൽ നിന്ന് കിട്ടിയതാ കേട്ടോ. ഇത് സ്വർഗത്തിൽ നിന്ന് കിട്ടിയത്. പോയാൽ ചിലപ്പം കിട്ടിയില്ലെന്ന് വരും. ഇവിടുന്ന് പോയത് കിട്ടും കേട്ടോ, അവൻ തരും. പക്ഷെ ഭൂമിയിൽ നഷ്ടപ്പെട്ടതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാവുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓക്കേ, നിന്റെ സഹോദരൻ എവിടെ?
എന്നിട്ട് പറയുന്ന ഒരു വാക്യമുണ്ട്, നിന്റെ സഹോദരന്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ചു കരയുന്നു. എങ്ങനെ അത് വ്യാഖ്യാനിക്കണേ? ഓരോരുത്തരുടെയും സ്വഭാവം അനുസരിച്ച് വ്യാഖ്യാനിക്കും. വാശിയും വൈരാഗ്യവും പ്രതികാരം ചെയ്യാനുള്ളവെന്ന് പറയും. പ്രതികാരത്തിന് വേണ്ടി അങ്ങനെ വാക്കൊന്നും ഇതിനകത്തില്ല, ബൈബിളിലില്ല. ഈ സ്നേഹം മാത്രമായ കൊച്ചിന്റെ ചങ്കിൽ നിന്ന് ഒഴുകിയ ചോരയ്ക്കകത്ത് സ്നേഹമാവുള്ളത്. പറഞ്ഞത് ഇതാ, എന്റെ ചേട്ടനെ രക്ഷിക്കണേ, എന്റെ ചേട്ടനെ ശിക്ഷിക്കരുത്, എന്റെ ചേട്ടന്റെ ആത്മാവ് നഷ്ടപ്പെടരുത്. ആബേലിന്റെ ചോരയുടെ നിലവിളി കായേന്റെ ജീവിതത്തിൽ കായേന്റെ ആത്മാവിനെ വീണ്ടെടുക്കാനായിരുന്നു. ഇഷ്ടപ്പെട്ടല്ല എന്നിട്ടാണോ ഹല്ലേലൂയ പറയാത്തത്? ഉച്ചതി ഹല്ലേലൂയ പറ. അവൻ ചതിയനല്ലായിരുന്നു, അവൻ ദുഷ്ടനല്ലായിരുന്നു. അവന്റെ ചങ്കിലെ ചോരയ്ക്കും അവനും ഒരേ ഗുണമായിരുന്നു. വചനം ഇതാ, ഞാൻ വായിച്ചു കേൾപ്പിക്കാം. നിന്റെ കയ്യിൽ നിന്ന് നിന്റെ സഹോദരൻ, അതിന് തുടമ്പ് നീ എന്താ ചെയ്തേ? നിന്റെ സഹോദരൻ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ച്, ഞാൻ പറഞ്ഞില്ല കൊച്ചു ക്രിസ്തു മണ്ണിൽ നിന്ന് എന്നെ വിളിച്ച് കരയുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച്, ആബേല് പറഞ്ഞിട്ടുണ്ടാവോ ആ കായന്റെ തലക്കടിക്കണം കർത്താവെന്ന്? ഇല്ല മക്കളെ. അവൻ ഇന്ന് ചെന്ത കുർബാനയുടെ വായനയ്ക്ക് നമുക്ക് വരാൻ സമയമുണ്ടെങ്കിൽ 8:30 ഞാൻ നിർത്തും, ഇല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് നാളെ പിടിക്കും. ഈശോ കരഞ്ഞ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണേ. അവന്റെ ചോര, അതാ ആദ്യത്തെ ഒരു ബലിയുടെ കാഴ്ചയല്ലേ അത്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ ഉണ്ട് കേട്ടോ. നിന്റെ കയ്യിൽ നിന്ന് നിന്റെ സഹോദരന്റെ രക്തം കുടിക്കാൻ വായു പിളർന്ന ഭൂമിയിൽ ഈ സഹോദര ചോര കുടിച്ച ഭൂമിക്ക് നീ ശപിക്കപ്പെട്ടവരായിട്ട് ഈ ഭൂമിക്ക് വേണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ ഒരു വാക്യം കേൾക്കണം. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ ഇത് തന്നെ പറയുന്നുണ്ട്. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, തങ്ങളുടെ 4-ാം അധ്യായത്തിൽ 20-ാം വാക്യം, തങ്ങളുടെ പാപങ്ങളുടെ കണക്കെടുക്കുമ്പോൾ അവർ ഭയചകിതരായെത്തും. അവരുടെ ദുഷ്കൃത്യങ്ങൾ അവരുടെ മുഖത്ത് നോക്കി അവരെ കുറ്റപ്പെടുത്തും. പൊന്നുമക്കളെ, വചനം ഗ്രഹിച്ച് മാലാഖ അല്ല നിന്നെ കുറ്റപ്പെടുത്താൻ പോകുന്നത്. നീ ചെയ്ത പാപത്തിന് കാവൽ നിൽക്കുന്ന പിശാചുക്കളുണ്ട്. നിന്റെ വിധി സമയത്ത് ഈ പിശാചു വന്നിട്ട് പറയും, ഇവൻ എന്റെതാ. കർത്താവിന്റെ ചോര, വിടുതലിന്റെ വിലയായ ചോര, അന്ന് നിനക്ക് വേണ്ടി വാദിച്ചിട്ട് പറയും, എന്റെ ചോര കൊണ്ട് ഇവന്റെ പാപം കഴുകിക്കളഞ്ഞതാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എലിയുടെ ഒരു ചിത്രം കൂടെ പറഞ്ഞു പോയില്ലെങ്കിൽ ഒരു സുഖമില്ല. കുർബാനെ ഒന്ന് ഗ്രഹിക്കാൻ പോകുന്ന പോക്കായത്. കുർബാനയെ ഒന്ന് ഗ്രഹിക്കാൻ വേണ്ടിയുള്ള പോക്ക. ഉൽപ്പത്തി പുസ്തകം തന്നെ 22-ാം അധ്യായത്തിൽ ഒരപ്പനും മോനും കൂടെ, ഒരപ്പനും മോനോട് കഥ മുഴുവൻ അറിയപ്പെടേണ്ടല്ലോ, 2-3 മിനിറ്റ് മാത്രം. അപ്പനും മോനും കൂടെ ഒന്ന് ആലോചിച്ച മക്കളെ, അബ്രഹാത്തിന്റെ ബലി അങ്ങനെ ആ ടൈറ്റില്. ഇത് ഇസഹാക്കിന്റെ ബലി അല്ലെന്നേ. ഞാൻ പലപ്പോഴും വിചാരിച്ചു ടൈറ്റിൽ മാറിപ്പോയി. ഇസഹാക്കിന്റെ ബലി അല്ല, ഇത് അബ്രഹാമിന്റെ ബലിയാ. പറഞ്ഞു, വലിയ സന്തോഷമാ. കൺവെൻഷൻ, ധ്യാനമുണ്ട്, ധ്യാനം എല്ലാത്തിനും പോകും. ഭയങ്കര സന്തോഷം. കാരണം ഒരു മോനെ കിട്ടി. 100-ാം വയസ്സിലൊരു മോനെ കിട്ടിയെന്നേ. എന്തോ ഒരു കടപ്പാടായി ദൈവത്തോട്. എന്റെ നാളക്കേട് മാറ്റിയവൻ, വാക്ക് പാലിച്ചവൻ. പോകും ഇടയ്ക്കിടയ്ക്ക് കുരിശിന്റെ ഇവിടെ ഒന്നൊരു തിരികത്തിക്കണം. കുരിശിന്റെ ഇവിടെ ഒന്നും തിരികത്തിച്ചാൽ ഒരു സമാധാനമുള്ളൂ. വെള്ളിയാഴ്ച നൊവേനയ്ക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ ഇവിടെ ഒന്നൊരു തിരികത്തിക്കണം. പുണ്യാളന്റെ പള്ളി, അന്തോണിസിന്റെ പള്ളിയിൽ എങ്ങനെയാ രാത്രി വൈകുവോളം ആളുകൾ വരാറുണ്ട്. ചില മക്കൾ സ്ഥിരം വരുന്നാവും. എന്നിട്ട് വരാൻ അന്ന് എവിടെയോ ഓഫീസിൽ പോയി എവിടെയെങ്കിലും പോയിച്ചോ ചങ്കി തീയാണച്ചോ, ഒന്നുമില്ല. അവസാനം വന്നൊരു തിരിയെങ്കിലും കത്തിച്ചില്ലെങ്കിൽ അബ്രഹാത്തിന്റെ ചങ്കിൽ തീയ. വൈകുന്നേരം ഒരു തിരി വീട്ടിൽ തിരുഹൃദയത്തിന് മുമ്പിൽ കത്തിച്ച് വെച്ചില്ലെങ്കിൽ നമുക്കിടക്ക് മനസ്സിൽ തീ വേണം മക്കളെ. എന്തോ വരാൻ പോകുന്നുള്ള ചിന്തയൊക്കെ. അവ തെറ്റിദ്ധാരണ വരുത്താൻ വേണ്ടിയിട്ടല്ല കേട്ടോ. ഒരു പുരോഹിതനായ ഞാൻ
അമേരിക്കയ്ക്ക് യാത്ര ചെയ്യുമ്പോഴാണെന്ന് തോന്നുന്നത് ഒരു ദിവസം നഷ്ടപ്പെടും. ഒരു ദിവസം കുർബാന ചൊല്ലാൻ പറ്റത്തില്ല. കാരണം അവിടെ ചെല്ലുന്ന അടുത്ത ദിവസമാണ്. ഒരു ദിവസം കുർബാന മിസ് ചെയ്യും. മിക്കവാറും അവിടെ ചെന്ന് കയറുമ്പോഴത്തേന് വെളുപ്പിന് 1 മണി 2 മണിയാവും. എന്ത് ചെയ്യുമെന്നറിയോ? ചൊല്ലേണ്ട കാര്യമൊന്നുമില്ല. ഒരു ദിവസം പോയി അടുത്ത ദിവസം കുർബാനയാണ്. കിടന്നുറങ്ങിയിട്ട് ചൊല്ലിയാൽ മതി. പക്ഷെ ചൊല്ലിയില്ലെങ്കിലുണ്ടല്ലോ ഇവിടെ ഒരു നീറ്റില്ല. ഡോക്ടറിൽ പോവും. എൻ്റെ മോൺസിഞ്ഞോർ എന്നോട് പറയും, സ്കാർസ്ഡേയിലെ ഹ്യൂ മാനസ് വിശുദ്ധന, അതുകൊണ്ട് പേര് പറയാം, സെബാസ്റ്റ്യൻ യു ഹാവ് സം ടീ ആൻഡ് ഗോ ടു ബെഡ്. ഞാൻ പോകും, ഞാൻ കയറിപ്പോവും. മോൺസിഞ്ഞോർ വാതിലടച്ചൊന്ന് കാണുമ്പോൾ ഞാൻ പതുക്കെ ഇറങ്ങി വരും. ഞാൻ ഇറങ്ങി താഴെ വന്ന് അങ്ങനെ നടന്ന് പള്ളിയിലേക്ക് പോകാം. പള്ളിയിൽ ചെന്ന് പള്ളി തുറന്ന് അലാമൊക്കെ ഉണ്ട്, ചിലപ്പോൾ നമ്പർ മറന്നു പോകും. ബെല്ലടിച്ച് പോലീസുകാർ വരും. അതൊക്കെ തുറന്നകത്ത് ചെന്ന് ഒരു കുർബാന ചൊല്ലി കഴിയുമ്പം ഒരു സമാധാനമാണ്. ഒരു കൊന്ത ചൊല്ലിയില്ലെങ്കിൽ ഇന്നൊരു സത്യം പറയട്ടെ, ഇന്ന് കുരിശിൻ്റെ വഴി കൊല്ലാൻ പറ്റിയില്ല. വല്ലാത്ത ചങ്കെടുപ്പ്. ഞാൻ ഈ മധ്യസ്ഥ പ്രാർത്ഥനയോട് കൂടെ പോയി ഇത് കുരിശിൻ്റെ വഴി കൊല്ലും. ഇന്നിച്ചിരി യാത്രയുണ്ടായിരുന്നു. ജോസിൻ്റെ കൂടെ ഇച്ചിരി യാത്രയൊക്കെ ചെയ്തു. വന്നപ്പോൾ ലേറ്റായി. കുരിശിൻ്റെ വഴി കൊല്ലിയില്ലെങ്കിൽ വല്ലാത്ത വിഷമം, സങ്കടപ്പെട്ടിരിക്കുക. അപ്പോഴാ പെട്ടെന്ന് മനസ്സിലോർത്തടാ, ഇന്ന് 5 മണിക്ക് കുരിശിൻ്റെ വഴി ഉണ്ടല്ലോ. മക്കളെ, കർത്താവ് തരും. മക്കളെ, കർത്താവ് തരും. നീ കർത്താവിൻ്റെ കൈപിടിച്ചിറങ്ങിയാൽ കർത്താവ് തരും. ഹല്ലേലൂയ. അബ്രഹാത്തിന് ഇങ്ങനെ ഒരു തിരികത്തിച്ചെനിക്ക് സമാധാനമില്ല. അന്ന് തിരികത്തിക്കാൻ ചെന്നപ്പം പതിവില്ലാതെ വിശുദ്ധ കുരിശ് സംസാരിക്കാൻ തുടങ്ങി. അബ്രഹാം എടാ, എന്തോ ഇനിയും കിട്ടാൻ പോയി 2ാമത്തെ കൊച്ചായിരിക്കും. കർത്താവേ പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകമകൻ ഇസ്ഹാക്കിനെ മോറിയ മലയിൽ കൊണ്ടുവന്ന് ഞാൻ കാണിക്കുന്നിടത്ത് വെച്ച് അവനെ എനിക്ക് ദഹന ബലി അർപ്പിക്കണം. വല്ലാത്തൊരു ചെയ്ത്തായി പോയി കേട്ടോ കർത്താവേ. കൺവെൻഷനൊക്കെ വന്നിരിക്കുമ്പം ചിലപ്പം കർത്താവ് ഇങ്ങനത്തെ ഒരു ചെയ്തി ചെയ്യും കേട്ടോ. നോക്കാം, മുഴുമയാക്കാനിക്കണ്ടല്ലോ. നീ സ്നേഹിക്കുന്ന നിന്റെ ഏകമാൻ. വൈകിട്ട് തിരിയും കത്തിച്ചേർന്ന ചേട്ടന് ഒരു സുഖമില്ല. ആ ചോദിച്ചു, എന്നാ മനുഷ്യനെ? ഒന്നുമില്ല, വന്നപ്പോൾ കുറച്ച് തണുപ്പ് കാറ്റല്ലായിരുന്നോടി, തണുപ്പടിച്ചിട്ടാന്ന് തോന്നേ, ഒരു പനി പിടിച്ച പോലെയൊക്കെ തോന്നണുണ്ട്. നെയ്ച്ച് ചുക്ക് കാപ്പി ഉണ്ടാക്കിത്താ. മൂലക്കോട്ട് മാറിയിരുന്നു. ഇതെന്നാ മനുഷ്യനെ പതിവില്ലാത്തൊരു ചിന്ത. ഉള്ളിൽ തീ കത്തി തുടങ്ങിയിരിക്കുക. തിരിയല്ല, തീയാ കത്താൻ തുടങ്ങിയേക്കുന്നത്. കൊച്ചിനെ നാളെ കൊണ്ടുപോയി മല മുകളിൽ 2-3 ദിവസം നടപ്പുണ്ട്. മോറിയ വരെ പോണ്ടേ. 3 ദിവസം കഴിയുമ്പോൾ എൻ്റെ പൊന്നിനെ ഞാൻ കയ്യാളിക്കാനുള്ള കുർബാന. നിന്റെ പൊന്നിനെ ദൈവത്തിന് കയ്യാളിച്ച് കൊടുക്കുന്നതിന് പേരാണ് കുർബാന. പാവത്താൻ കിടന്നു ഉരുളുക, കിടന്ന് മറിയുക. എന്നൊരച്ഛൻ പറയുമായിരുന്നു, പാവം പിടിച്ച 2 പേരെ വീട്ടിലുള്ളൂ, ദാരിദ്ര്യമാണ്. ആ വീട്ടിൽ ഒറ്റ കട്ടിലേ ഉള്ളൂ. വളഞ്ഞു കിടക്കുന്ന അമ്മ, ആ കട്ടിലെ തന്നെ ചെരിഞ്ഞു കിടക്കുന്ന അപ്പൻ. അച്ഛൻ പറയായിരുന്നേ, ആ ചേച്ചി, ആ അമ്മച്ചിയെ ആ അപ്പച്ചൻ നോക്കുന്നൊരു നോട്ടമുണ്ട് കേട്ടോ. ആ അമ്മച്ചി എല്ലാം തോലുമായിട്ട് കൂലിക്കൂടി കിടക്കുന്ന ഈ അമ്മച്ചിയെ ഈ അപ്പച്ചൻ പരിചരിക്കുന്നൊന്ന് കാണേണ്ടതാ കേട്ടോ. കുർബാന. അന്ന് അബ്രഹാം അപ്പച്ചന് ഒരു ഉറക്കം കിട്ടാനില്ല. തിരിഞ്ഞുമ്പോൾ മനുഷ്യനെ എന്നാ എടി, ഒന്ന് മലയിൽ പോയൊരു ബലിയർപ്പിക്കാനുണ്ട്, നാളെ ഞാൻ പോകണം. നിന്നെ ഇവിടെ ഒറ്റയ്ക്കിട്ടേച്ചൊക്കെ പോകാമെന്ന് വിചാരിക്കുമ്പോൾ അതിന് ചക്കനെ കൂടെ കൂട്ടിക്കോ. അവനുണ്ടല്ലോ കൂടെ, അവനെ കൂടെ കൂട്ടിപ്പോക്കോ. എനിക്ക് വയ്യ. ദൈവമക്കളെ, അബ്രഹാത്തിന്റെ ചങ്ക് ഇവൾക്ക് ഉൾരഹസ്യമുണ്ടോ, ദർശനമുണ്ടോ ഇവക്ക്? കൊച്ചിനെയും കൂട്ടി പോവാന്ന് ഇവളെങ്ങനെ അറിഞ്ഞ? ചക്കനെയും കൂട്ടിപ്പോക്കോ, ബലിയർപ്പിക്കാൻ പോവല്ലേ. ദൈവമക്കളെ, ഞാൻ പോട്ടെ, കഥ പറഞ്ഞാൽ നീണ്ടു പോകുന്നതുകൊണ്ട് നിർത്തുക. അബ്രഹാം യാത്ര പിറ്റേന്ന് എഴുന്നേറ്റു. നല്ല തണുപ്പുള്ള സ്ഥലമാണ്, എന്നാലും നേരത്തെ എഴുന്നേറ്റു. 2-3 ചപ്പാത്തിയൊക്കെ ചുട്ട് പൊതിഞ്ഞ കയ്യിലേക്ക് കൊടുത്തു. കുറച്ച് ദിവസം നടക്കാനുള്ളേ, എല്ലാം പുതിയമായിട്ട് നടക്കുക. ഈ അമ്മ മോനോട് പറഞ്ഞടാ, അപ്പൻ്റെ ഹൃദയം നിടറിയിട്ടുണ്ട് കേട്ടോ. പ്രായമായില്ലേ, 100 വയസ്സൊക്കെ കഴിഞ്ഞില്ലടാ. കാലിനൊന്നും നല്ല ബലമൊന്നുമില്ല കേട്ടോ. അപ്പന് നല്ല ബലമൊന്നുമില്ല കാലിനൊന്നും. നീ ഒന്ന് നോക്കിക്കോണേ, അപ്പം വീഴാതൊക്കെ നോക്കിക്കോണം. നീ പുറകെ ഉണ്ടാവണം. നീ ആ കിളിയുടെ പുറകെയും ആ മൃഗങ്ങളുടെ പുറകെയൊന്നും നീ ഓടാൻ നിൽക്കല്ല. അപ്പൻ്റെ കൂടെ നിന്നോണം കേട്ടോ. അപ്പൻ്റെ കൂടെ നിന്നോണം കേട്ടോ.
അപ്പന്റെ കൂടെ നിൽക്കുന്നതിന്റെ പേരാണ് ബലി. ഹല്ലേലൂയ. ഇസഹാക്ക് നിഴല് പോലെ നിൽക്കുക. ഇത്തിരി കുസൃതി തിരക്കുള്ള പയ്യനാ, നിഴല് പോലെ നിൽക്കുക. അമ്മ പറഞ്ഞു, അമ്മ പുണ്യമാ മക്കളെ, ഇത് അമ്മ പുണ്യം. അമ്മമാര് കേട്ടോ, അമ്മ പുണ്യം. മക്കളുടെ ചെവിയില് അമ്മ പറഞ്ഞു കൊടുക്കുന്ന സുഹൃതങ്ങള് അമ്മ പുണ്യമാ. കൊച്ചു മാറാതെ നിപ്പുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചെക്കനൊരു സംശയം, നമ്മൾ ആട്ടിൻകുട്ടിയെ പിടിച്ചില്ലപ്പാ, നമ്മൾ ആട്ടിൻകുട്ടിയെ പിടിച്ചില്ല, ബലിക്കുള്ള കുഞ്ഞാടില്ലപ്പാ. അപ്പം നോക്കി എന്നാ പറയാനാ. അപ്പം പറഞ്ഞു, മോനെ അത് ദൈവം തരുവടാ, അത് ദൈവം തരും. ദൈവമക്കളെ, യാത്ര മുന്നോട്ട് നീങ്ങി. 3-ാം ദിവസം ദൂരെ മോറിയാമല. 3-ാം ദിവസം. പൊന്നു മക്കളൊന്ന് ആലോചിച്ചോ, ധ്യാനിച്ചോ. കുർബാനയുടെ ദിവസത്തിൻ്റെ പേരാ 3-ാം ദിവസം. ഇതാ കൊണ്ടുപോയി ബലിവീടൊക്കെ ഉണ്ടാക്കിയിട്ട് മോനപ്പൻ്റെ മുഖത്തേക്കാണ് നോക്കുന്നത്. കുഞ്ഞാടില്ലപ്പാ, കുഞ്ഞാടില്ലപ്പാ, കുഞ്ഞാടില്ലാതെ. പൊന്നുമക്കളെ, അൾത്താരെ വെക്കുന്ന കാഴ്ച അത് നീ ആയിരിക്കണം. കുർബാനയ്ക്ക് വെക്കുന്ന കാഴ്ച നീയാണെങ്കിൽ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നോക്കിക്കേ, മോനെ പിടിച്ചു, അവനെ വാരിപ്പുണർന്നു. അപ്പം കൊച്ചിനെ ഒരിക്കലും ചുംബിക്കാത്ത രീതിയിൽ അവനെ വാരി കെട്ടിപ്പിടിച്ചു കൊടുത്തു. അപ്പം വിറയ്ക്കുന്നുണ്ട് വല്ലാതെ, അപ്പൻ വിറയ്ക്കുന്നുണ്ട് വല്ലാതെ. മോനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു, അവൻ്റെ കാര്യം പിടികെട്ടി. അപ്പൻ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് അവൻ്റെ കൈ രണ്ടും ചേർത്ത് പിടിച്ചു. ഒരു ചരടെടുത്ത് കെട്ടാൻ തുടങ്ങി. ഒരു ചരടെടുത്ത് കെട്ടാൻ തുടങ്ങി. അപ്പം അതൊക്കെ പറഞ്ഞു, മോനെ ഇരിക്ക. ബലിപീഠത്തിന് മുകളിലേക്ക് മോനെ ഇരുത്തി അവൻ്റെ കാല് കെട്ടാൻ തുടങ്ങിയപ്പോൾ അവന് മനസ്സിലായി, ബലിക്കുഞ്ഞാട് ഞാനാ. അവൻ്റെ കാല് മുറുക്കെ കെട്ടി. അപ്പം അവൻ പറഞ്ഞപ്പ വട്ടം ഒരു കെട്ടും കൂടെ കെട്ടിയേര്. ഇനി അപ്പനെങ്ങാനും കത്തി ഉയർത്തുമ്പോ ഞാനെങ്ങാനും ഇറങ്ങി ഓടിയാലോ? അമ്മ പറഞ്ഞിട്ടുണ്ട് അപ്പനെ വിഷമിപ്പിക്കല്ലെന്ന്. അപ്പ പറയുന്നതൊക്കെ കേട്ടാണെന്ന് അപ്പനോട് ചേർത്തിട്ടാണെന്ന്. അപ്പ മുറുക്കം കെട്ടപ്പാ, മുറുക്കം കെട്ടല്ലേ, മുറുക്കം കെട്ടി ബലിപീഠത്തോട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുവനെ ബലിപീഠത്തോട് മുറുക്കം കെട്ടുന്നതിന്റെ പേരാണ് കുർബാന. നേർച്ചയിട്ട് സ്തോത്രം കാഴ്ചയിട്ട് മടങ്ങുന്നതിന്റെ പേരല്ല കുർബാന. കഴിഞ്ഞ ഇവിടെ കെട്ടിയുടെ വിട്ടുപോകാൻ പറ്റാത്ത രീതിയിൽ ആൾത്താരയോടൊരുത്തിനെ കെട്ടിയിടുന്നതിന്റെ പേരാ ബലി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓക്കേ, സമയമായി. ദഹനബലി എന്താണെന്നറിയാലോ. ആദ്യം വെട്ടിപ്പൊളിക്കണവനെ, ചങ്ക് വെച്ച് ഇവിടം മുതൽ വെട്ടിക്കീറണം. അകത്തുള്ളതെല്ലാം എടുത്ത് പുറത്തോട്ട് ഇടണം. എന്നിട്ട് താഴെ നിന്ന് തീ കത്തിക്കണം. അതാണ് ദഹനബലി. ഹല്ലേലൂയ. ഇതാ അബ്രഹാം കൈ ഉയർത്തുക. അവന്റെ ചങ്കില് പാട്ടുകുർബാന നടക്കുക. അബ്രഹാത്തിന്റെ ചങ്കില് പാട്ടുകുർബാന നടക്കുക. Gloria in excelsis Deo. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. Glory to God in the highest and peace to his people on earth. പാട്ടുകുർബാന തുടങ്ങി. അബ്രഹാം പതുക്കെ കൈ ഉയർത്തി, കത്തി ഉയർത്തി. ഇതാ സ്വർഗ്ഗത്തിൽ നിന്നും വിളി കേട്ടു, അബ്രഹാം കുഞ്ഞിന്റെ മേൽ കൈവെക്കരുത്. ബാക്കി പറയുന്നില്ല. അവിടെ അവൻ തല ഉയർത്തി നോക്കിയപ്പം എഴുതി വച്ചിരിക്കുന്നു, മുൾച്ചെടികൾക്കിടയിൽ കുരുങ്ങിക്കിടക്കുന്ന ഒരു കുഞ്ഞാട്. ദൈവമക്കളെ, രക്ഷാകര ചരിത്രം തുടങ്ങുക. നമുക്ക് പിന്നീട് കാണാം. ഈ മുള്ളിലെ കുരുങ്ങിക്കിടക്കുന്ന ഈ കുഞ്ഞാടിനെ ഇച്ചിരി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കുഞ്ഞാടിനെ എടുത്ത് തൻ്റെ മകന് പകരം ദഹനബലി അർപ്പിച്ചു. അബ്രഹാം ആ സ്ഥലത്തിന് യാഹ്വീരെ എന്ന് പേരിട്ടു. കാരണം കർത്താവ്
കർത്താവിന്റെ മലയിൽ അവിടുന്ന് വേണ്ടത് തരും എന്നർത്ഥം. ഹല്ലേലൂയ. ആ പള്ളിക്കിട്ട പേരാണ് യാഹ്വേയിരേ. യാഹ്വേയിരേ, യാഹ്വേയിരേ എന്ന് പറഞ്ഞ നിനക്ക് വേണ്ടത് കിട്ടുന്ന ഇടം, നിനക്ക് വേണ്ടത് എന്തോ അത് തരാൻ കഴിവുള്ള ഇടത്തിന്റെ പേരാണ് യാഹ്വേയിരേ. ആൾത്താരക്കിടുന്ന പേര്, ആൾത്താരക്കിടാവുന്ന പേര്, ആൾത്താരക്ക് ഒന്നാമതിട്ട പേര് യാഹ്വേയിരേ. യാഹ്വേയിരേ. God will provide what you need. God will provide what you need from this altar. ഈ ബലിവേദിയിൽ ഉറക്കം തൂങ്ങി രാവിലെ 6:30 പള്ളി ചെന്ന് ചാരി നിൽക്കുമ്പോൾ, ഞായറാഴ്ച പ്രസംഗം കഴിച്ച് ചെല്ലുമ്പോൾ ഓക്കളോടെ കുട്ട യാഹ്വേയിരേ. പൊന്നുമക്കൾ വിശ്വസിച്ചോ, അവസാനത്തെ ദിവസം ഇതിലൂടെ ദിവ്യകാരുണ്യ പ്രദക്ഷിണമുണ്ട്. തിരികളെല്ലാവരും കത്തിച്ചു പിടിച്ച് നമ്മൾ അവസാനത്തെ ദിവസമുണ്ട്. കുർബാനാനാഥൻ ഇറങ്ങി വരുന്നൊരു അത്ഭുത ശുശ്രൂഷയുണ്ട്, അഗ്നി അഭിഷേക ശുശ്രൂഷ. അവസാനത്തെ ദിവസം പൊന്നുമക്കളെ, കുർബാന എന്ന് പറഞ്ഞാൽ ഇതടകുട്ട നോക്കി വ്യാഖ്യാനിച്ചു തരിക. യാഹ്വേയിരേ ആ മലയിൽ കണ്ടില്ലേ, ആ അപ്പന്റെ ചങ്ക് പടഞ്ഞപ്പോ, അപ്പന്റെ ചങ്ക് പടഞ്ഞപ്പോ, മകനെ വേണ്ടിയിട്ട് അപ്പന്റെ ചങ്ക് പടഞ്ഞപ്പോ ആ മകന് അപ്പന് തിരിച്ചു കൊടുത്ത ഇടത്തിന്റെ പേരാണ് യാഹ്വേയിരേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം, തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം അവൻ, റോമാലേഖനത്തിൽ വീണ്ടും പറയുന്നില്ലേ, തന്റെ ഏകജാതനെ ഒഴിവാക്കിയവൻ, തന്റെ ഏകജാതനെ പോലും ഒഴിവാക്കാത്തവൻ, അല്ലെ? അങ്ങനല്ലേ വാക്യം? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മളെ ബൈബിള് വചനം ഇരുതല മൂർച്ചയുള്ള വാളാന്നൊക്കെ പറയണത് ഇച്ചിരി പിടികിട്ടി തുടങ്ങിയില്ലേ? കുറച്ച് പിടികിട്ടി തുടങ്ങിയില്ലേ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തന്റെ ഏകജാതനെ പോലും മാറ്റിവെക്കാതിരുന്നവൻ, തന്റെ റോമാലേഖനം 8-ാം അധ്യായം 32-ാം വാക്യം. ഇതിനെക്കുറിച്ച് ഞാൻ എന്നാ പറയണ്ടേ? സുപുത്രനെ പോലും ഒഴിവാക്കാതെ, സുപുത്രനെ പോലും ഒഴിവാക്കാതെ പറഞ്ഞില്ലേ, മോനെ പറഞ്ഞു വിട്ടിട്ട് അവനെ കൊന്ന് ഇതാ വയലിന് വെളിയിൽ ഇറക്കി എറിഞ്ഞു കളഞ്ഞ മനുഷ്യന്റെ കഥയിൽ നിന്ന് സുവിശേഷം വായിച്ച് കേൾപ്പിച്ചില്ലേ? സുപുത്രനെ പോലും. This is the power of Christianity. Hallelujah. This is the power of Eucharist. മക്കളെ, കുർബാന സുപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ, അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി തരാതിരിക്കുമോ? തെക്കും വടക്കും ഓടിക്കൊണ്ടിരിക്കുക, നമ്മള് തെക്കും വടക്കും ഓടിക്കൊണ്ടിരിക്കുക. ഇവിടെ ഉണ്ടെന്നത് മധ്യസഭാ. കൊച്ചു വന്നിട്ടുണ്ട്, അവൻ +1 +2 കണ്ട, ഏതാ 10 +1 +2. അവനെന്ന് വിളിച്ചിട്ട് പറഞ്ഞു, അവിടെ ഇരിപ്പണ്ട് കൊച്ച് മധ്യസഭാർത്ഥനക്കാരനാ, 17 വയസ്സുകാരൻ. അവൻ്റെ സ്കൂളിലെ ഫസ്റ്റാണെന്നോ അവൻ വന്ന് പറയുക, ഇന്നലെ റിസൾട്ട് വന്നെന്ന്. ഒന്ന് കൈ ചൂടാകാൻ വേണ്ടിയിട്ടെങ്കിലും ഒന്ന് കൈയടിച്ച് കർത്താവിന് മാത്രം കൊടുക്കുക. കായും തോന്നുന്ന പോലെ കൈയടിച്ച് കർത്താവിന് മാത്രം കൊടുക്കുക. അവനെല്ലാം ചെയ്യും. ഭയങ്കര സന്തോഷം അവന് ഭയങ്കര സന്തോഷം. അവൻ വന്ന് 3 ദിവസം അവനും പോകുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി. ഈശോയെ കുട്ടിക്കാലത്തോട് കരുണയാകണേ, ഈശോയെ പീരുമേടിനോട് കരുണയാകണേ, ഈശോയെ വണ്ടിപ്പെരിയാറിനോട് കരുണയാകണേ, ഈശോയെ കുമളിയോട് കരുണയാകണമേ, ഈശോയെ 20 ഏക്കറിനോട് കരുണയാകണമേ, ഈശോയെ വാഗമണിനോട് കരുണയാകണമേ, ഈശോയെ അർണക്കല്ലിനോട് കരുണയാകണമേ, ഈശോയെ ഏലപ്പാറയോട് കരുണയാകണമേ, ഈശോയെ ചീന്തലാറിനോട് കരുണയാകണമേ, ഈശോയെ ചപ്പാത്തിൽ ചെയ്ത് കരുണയാകണേ. മക്ക എവിടെയാ ചപ്പാത്തെന്ന് അറിയത്തില്ല. വന്നവിടെ പൂട്ടിയിട്ടതാ കുർബാനയും വെച്ച് കൊടുത്തിട്ടുണ്ട്, അവിടെ ഇരുന്നോളം പറഞ്ഞിട്ടുണ്ട്. പൂട്ടിയിട്ട ഇവ നിങ്ങൾക്കൊന്നും അറിയത്തില്ല ഇത് എവിടെയാ വന്നേക്കുന്നത് പോലും. തണുപ്പുള്ളൊരു സ്ഥലത്ത് വന്നെന്ന് മാത്രം അറിയാം. പക്ഷെ ആ കുർബാന വരെ തീ പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ ആരാധന കഴിഞ്ഞപ്പോൾ ചോദിച്ചു, പോകാൻ തോന്നണില്ല, വൈകിട്ട് കുറച്ച് നേരം കൂടി ഇരുന്നോട്ടെ, പോയി കിടന്നോളാൻ പറഞ്ഞു. പോകാൻ തോന്നണില്ല.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. പുറപ്പാടിൽ ഒരു 2 സംഭവം കൂടി പറഞ്ഞിട്ട് നമുക്ക് കഞ്ഞുണ്ടെങ്കിലും നിങ്ങൾക്ക് ഉറങ്ങാനുള്ള കട്ടിൽ വിടില്ല. കട്ടിലുണ്ടോ യോസിച്ചോ? എല്ലാവർക്കും കിടക്കാനുള്ള കട്ടിലുണ്ട്. 1000 കട്ടിലുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ആശുപത്രി വെളിയിലൊക്കെ ആളുകളാണ്, വഴിയിലൊക്കെ ഉണ്ട്. കട്ടിലുണ്ടോ? നിലത്ത് കിടന്നോളുന്നോ? അച്ഛനെങ്ങനെ പറഞ്ഞു, ഇവർ നിങ്ങൾ നല്ലവരാണ്, നിലത്ത് വെള്ളിലും കിടക്കുമെന്ന് പറയണേ. അത് രാത്രി മുഴുവൻ പ്രസംഗിച്ചോളാനാണ് പറയണേ. എന്തോ അച്ഛൻ പറയുന്നുണ്ട്. എന്തായാലും നല്ല കാര്യം, നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണെന്ന് അച്ഛൻ പറഞ്ഞേക്കുന്നത്. സത്യമാട്ടെ, ഇത്രയും നല്ല മനുഷ്യരെ ഇല്ല മകളെ. മലമുകളിനൊരു മാധുര്യമുണ്ട്. പറഞ്ഞു പൊക്കാൻ വേണ്ടി പറയുന്നതല്ല. അത് എൻ്റെ കൂടെ വരുന്നവർ ഇവർ പലരും ഇത് 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 റെക്കോർഡ് ചെയ്യുന്നതാണ്. പോരുക, ചുമ്മാ ക്യാമറ എടുത്തോണ്ട് പോന്നേക്കുക. ഇവരൊന്നും കൂലിപ്പണിക്കാരല്ല കേട്ടോ. ക്യാമറ എടുത്തോണ്ട് പോന്നേക്കുക. ഈ ശുശ്രൂഷ നഷ്ടപ്പെടല്ല. എന്നൊരു പെങ്കൊച്ചെനിക്കൊരു സാക്ഷ്യം കുഞ്ഞുമോള് കൊച്ചു പൊടിക്കൊച്ച് എന്നെ തന്നച്ചോ പൂവത്ത് നടന്ന കൺവെൻഷൻ ലൈവായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്കുള്ള രോഗപീഠ മാറിയെന്ന് പറഞ്ഞ് എൻ്റെ ഒരു കുറിപ്പ് എഴുതി തന്നിട്ടുണ്ട്. കൈയടിച്ച് കർത്താവിന് മാത്രം കൊടുക്കുക. ഈ പൊന്നുമക്കൾ, ഈ കൊച്ചുണ്ടല്ലോ, ഇവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ സെന്റ് ആൻഡ്രീസിൽ വന്ന് ഈ നിപ്പ ക്രിസ്തുവിനൊക്കെ രുചി പിടിച്ചാലുണ്ടല്ലോ. ഞാനിന്നൊരു കാര്യം കൂടെ കണ്ട് പറയട്ടെ. കുട്ടിക്കാരൻ പള്ളിയിലെ സകല രൂപത്തെ ഇവൻ തൊട്ടുമുത്തിയിട്ടുണ്ടെന്ന്. എവിടുന്ന് വെള്ളിൽ കൃപ പോകുന്നതായിരുന്നു. എടാ കൂട്ട, നിന്നെ അനുഗ്രഹിച്ച ദൈവം, ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കണം വല്ല കാര്യമുണ്ടോ കൊച്ചിന്? ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പുറപ്പാടിന്റെ പുസ്തകം 12-ാം അധ്യായത്തില് ഒരു കൊച്ചു സംഭവം കൂടി പറയട്ടെ. അത് പെസഹ കുഞ്ഞാട്. ദൈവമക്കളെ, ഇസ്രായേൽ മക്കള് അടിമത്തത്തിൽ, ഈജിപ്തിന്റെ അടിമത്തത്തിൽ, കർത്താവ് പറഞ്ഞു, മോശയോട് പറഞ്ഞു, എൻ്റെ ജനത്തിനെ പുറത്തു കൊണ്ടുപോവാം. ഈ ജനം പുറത്തു കൊണ്ടുവരാനായിട്ട്, ഈ ജനത്തെ രക്ഷിക്കാനായിട്ട് നീസാൻ മാസമല്ലേ, നീസാൻ മാസത്തിന്റെ 14-ാം തീയതി ഒരു ബലിയുണ്ട്. പെസഹ കുഞ്ഞാടിന്റെ ബലി. ഊനമറ്റ ഒരു വയസ്സ് പ്രായമുള്ള ഊനമറ്റ ഒരു ആട്ടിൻകുട്ടി, ആട്ടിൻകുട്ടി, ഒരു മുട്ടനാടിൻകുട്ടി, അതിനെ എനിക്ക് ബലിയർപ്പിക്കണം. സമയമില്ലാത്തവൻ പെട്ടെന്ന് പറഞ്ഞു പോവുക. അതിൻ്റെ ചോരയെടുക്കണം. അതിൻ്റെ ചോരയെടുത്ത് നിങ്ങളുടെ മേത്തളിക്കണം. അതിൻ്റെ ചോരയെടുത്ത് കട്ടിളപ്പടിയിൽ അടയാളം വരയ്ക്കണം. സംഹാരദൂതൻ കടന്നു പോകും. അയലോക്കത്തെ വീട്ടിലൊക്കെ മരണത്തിൻ്റെ, ഏകജാതൻ്റെ അല്ലെങ്കിൽ മൂത്ത മകൻ്റെ മരണത്തിനുള്ള നിലവിളി മുഴങ്ങുമ്പോൾ ഇസ്രായേൽ മക്കൾ തിരികത്തിച്ചു വെച്ചിരിക്കുക. ഇസ്രായേൽ മക്കൾ തിരികത്തിച്ചു വെച്ച് പാർത്ത് ഹല്ലേലൂയ പാടിക്കൊണ്ടിരിക്കുക. ദൈവമക്കളെ, പെസഹ കുഞ്ഞാട് ആ ആടിനെ ബലിയർപ്പിക്കണം. ഒന്നും കൂടെ വായിക്കണമെങ്കിൽ ലേവ്യരുടെ പുസ്തകത്തിൽ 16-ാം അധ്യായം, ലേവ്യരുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ വേറൊരു ഒരു കാഴ്ച കൂടെ ഉണ്ട്. അതുകൂടെ പറഞ്ഞാൽ ഏകദേശം നമുക്ക് ഇന്നത്തേത് അവസാനിപ്പിക്കാൻ തോന്നുക. 16-ാം അധ്യായത്തിൽ ഇതാ അസസേലിന് വേണ്ടിയുള്ള കുഞ്ഞാട്. ഈ ആടിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ ആടിൻ്റെ തലയിലേക്ക്, വചനം ഇങ്ങനെ വായിച്ച് കേൾപ്പിക്കാം, കുറി വീഴുന്ന ആടിനെ പാപപരിഹാരം ചെയ്യുന്നതിന് അസസേലിനായി മരുഭൂമിയിലേക്ക് വിട്ടയക്കുക. അതിൻ്റെ തലയിൽ കൈകൾ വെച്ച് അഹ്റോൻ ഇസ്രായേൽ ജനത്തിന്റെ എല്ലാ കൃത്യങ്ങളും, എല്ലാ അക്രമങ്ങളും, എല്ലാ പാപങ്ങളും, എല്ലാ തെറ്റുകളും, എല്ലാ കുറ്റങ്ങളും, ഈ ഒരു പാപം പോലും ചെയ്തിട്ടില്ലാത്ത ഈ കുഞ്ഞാടിന്റെ തലയിൽ കെട്ടിവെക്കണം. എന്നിട്ട് അവയെല്ലാം അതിന്റെ ശിരസിൽ ചുമത്തി ഒരുങ്ങി നിൽക്കുന്ന ഒരാളുടെ കൈവശം അതിനെ മരുഭൂമിയിലേക്ക് വിടണം. ആട് മനുഷ്യന്റെ കുറ്റങ്ങൾ മുഴുവൻ വഹിച്ചുകൊണ്ട് വിജന പ്രദേശത്തേക്ക് പോയി ആടിനെ നയിക്കുന്നയാൾ അതിനെ മരുഭൂമിയിൽ ഉപേക്ഷിക്കണം. ആ ആട് മരുഭൂമിയിലൂടെ നിലവിളിച്ച് നടന്ന് ഒരു ദിവസം ആട് വീണ് ചാകും. ഇസ്രായേൽ മക്കള് പെസഹ കുഞ്ഞാടിന്റെ ധ്യാനത്തില് ഇതാ മരുഭൂമിയിലൂടെ ചെയ്യാത്ത തെറ്റിന്റെ പാപങ്ങൾ തലയിൽ ചുമന്നുകൊണ്ട് പോകുന്ന ഒരു കുഞ്ഞാട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കടമാർക്കേലും വീട്ടാം, രോഗമാർക്കേലും സുഖപ്പെടുത്താം, പക്ഷേ ആത്മാവിന്റെ മുറിവ്,
ആത്മാവിന്റെ പാപങ്ങൾ ആർക്ക് നീക്കാൻ പറ്റും? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. സക്രിയ പ്രവചനം 13-ാം അധ്യായം. സക്രിയ പ്രവചനം 13-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വീണ്ടും പറയുക. സക്രിയ 13 പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ദാവീദ് ഭവനത്തെയും ജെറൂസലേം നിവാസികളെയും കഴുകി വിശുദ്ധീകരിക്കാൻ അന്ന് ഒരു ഉറവ് പൊട്ടിപ്പുറപ്പെടും. അന്ന് ഒരു ഉറവ് പൊട്ടിപ്പുറപ്പെടും. നീ ഞാൻ കണ്ടൊരു കാഴ്ച ഞാൻ ശ്രദ്ധിച്ച് എന്ന് കാണുന്നതൊക്കെയാണ്. ഞാൻ എന്നെ കുട്ടിക്കാനം പള്ളി വന്നപ്പോഴേ തീ പിടിച്ച് നിൽക്കുക. പാമ്പനാറ് പള്ളി ചെന്നപ്പം അവിടെയും കണ്ടു തീ പിടിച്ച് നിൽക്കുക. ഏതെങ്കിലും ചങ്ക് കത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചങ്ക് കത്തി നിൽക്കുന്ന കാഴ്ചയാണ്. ചങ്ക് കത്തി നിൽക്കുക, ചങ്കിന് തീ പിടിച്ചിരിക്കുക. ആ ചങ്കിന് ചുറ്റും ഒരു മുൾപടർപ്പ്. മോശപ്രവാചകൻ കണ്ട, മോശപ്രവാചകൻ തന്റെ വീഴ്ചയിൽ, ഇല്ലായ്മയില്, പോരായ്മയിൽ, കൊലപാതകത്തില്, തന്റെ കുറ്റബോധത്തിൽ, അപകർഷണ ബോധത്തിൽ ചെന്ന് ദൈവത്തിന്റെ മലയിലെത്തുമ്പോ ആ മലമുകളിൽ കാണുന്നൊരു കാഴ്ചയാ. എരിയാത്ത തീയ, കത്തിത്തീരാത്ത ഇരിഞ്ഞുകൊണ്ട് നിൽക്കുന്ന തീയ. ദൈവമക്കളെ, ഈ രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുക. വീണ്ടും കേൾക്കണം. എന്തുണ്ട് വചനം പറഞ്ഞിട്ട് നമുക്ക് ആരാധനയിലേക്ക് എപ്പോഴാണ് പോണ്ടേന്ന് പറഞ്ഞാൽ ഞാൻ റെഡിയാ. ഇനി തുടങ്ങിയാൽ അത് നിർത്താൻ 1 മണിക്കൂർ വേണം. അത് നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് കുർബാനയെ പറ്റി പറയാൻ ആ ടോക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇല്ല, ഞാനത് പറയുന്ന അങ്ങോട്ട് പോകണില്ല. നിങ്ങൾ ഈ വചനത്തിൽ എന്താ ഈ യൂക്കരിസ്റ്റ് കുർബാന എന്താണ് എന്നും കൂടെ ഒന്ന് പറഞ്ഞു വെക്കുക. നോക്കിയേ, ദാവീദ് ഭവനത്തെയും യെരൂശലേം നിവാസികളെ കഴുകി വിശുദ്ധീകരിക്കാൻ. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേട്ടു. പടയാളികൾ ഒരുവൻ കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി, ഉടനെ അവിടെ നിന്ന് ചോരയും നീരുമൊഴുകി. അത് കണ്ടവനാണ് ഇത് സാക്ഷ്യപ്പെടുത്തുന്നത്. അവന്റെ സാക്ഷ്യം സത്യവുമാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, എന്റെയും നിങ്ങളുടെയും ഒക്കെ രക്ഷയ്ക്ക് വേണ്ടി ഒരു ദിവസം ഉദ്ധാനാശ്രമത്തിൽ 2 ആഴ്ചത്തെ ഞാൻ പോയി നിന്നു. നല്ല രസമാണ്. മലമുകളില് നല്ല പ്രാർത്ഥനയാണ്. കുർബാന ആബാൽ ലോറൻസോ അച്ഛൻ കുർബാന ചൊല്ലി, അച്ഛൻ പകുതി എല്ലാവർക്കും ഈശോയുടെ രക്തം കൊടുക്കും. അതിനുശേഷം ഈ അച്ഛനടുത്ത് ഞാൻ 1 ആഴ്ച മിച്ചമുണ്ടായിരുന്നു അവിടെ. ഈ ഇതെടുത്ത് എൻ്റെ കയ്യിലേക്ക് തരും. നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. ഇങ്ങനെ തുണിക്കകത്തൊക്കെ പൊതിഞ്ഞ് ഒരു വലിയ സംരംഭം. ഇങ്ങനെ കാസെടുത്ത് അങ്ങനെയല്ല തരുന്നത്. അത് കോർപ്പറലോ എന്തൊക്കെ ഇട്ട് പൊതിഞ്ഞ് അതിങ്ങനെ തരിക. അതും പാറ്റേൺ ഇതും എടുത്തു വെച്ച് ഇങ്ങനെ തരിക. ലോറൻസ് അച്ഛൻ എൻ്റെ കയ്യിലേക്ക് തന്നു. അതിൻ്റെ കയ്യിൽ നിന്ന് നേരെ താഴേക്ക് എൻ്റെ കാലേ വന്ന് വീണ്. ആ തിരുരക്തം മുഴുവൻ എൻ്റെ കാല് മുഴുവൻ ഇങ്ങനെ നനഞ്ഞു നിൽക്കുക. ഞാൻ ഇടിവെട്ടേറ്റ പോലെ നിൽക്കുക. എൻ്റെ ദൈവമേ, ജീവിതത്തിൽ ഇന്ന് വരെ കയ്യിൽ നിന്ന് കാസ പോയിട്ടില്ല. കുറച്ച് പുണ്യാളനാകാന്ന് പറഞ്ഞുകൊണ്ട് കയറിയത് ഈ മലയിൽ. എൻ്റെ പൊന്ന് കർത്താവേ, നീ എൻ്റെ കാലേ കിടക്കുവാണല്ലോ. ഞാൻ വല്ലാതെ ഇങ്ങനെ തരിച്ചിരിക്കുകയാണ്. അച്ഛന് മനസ്സിലായി ഞാൻ അപ്സെറ്റായെന്ന്. അച്ഛൻ പെട്ടെന്ന് ഇറങ്ങി ആലിസൊക്കെ എടുത്ത് അച്ഛൻ അതുകൊണ്ട് ക്ലീൻ ചെയ്ത് വെച്ചു. പിന്നെ എനിക്ക് നടക്കാൻ പേടി. കാരണം എൻ്റെ കാല് മുഴുവൻ തിരക്തം പറ്റിയിരിക്കുക. അച്ഛൻ്റെ ഒരു ടോക്കുണ്ട്. അച്ഛനൊരു 11 മണി 12 മണി ആയപ്പോൾ അച്ഛന് ടോക്കുണ്ട്. ഞാൻ അവിടെ ഇരുന്നൊന്ന്. കാരണം ഈ കാലുമായിട്ട് വെളിയിലിറങ്ങാൻ പറ്റില്ല. ഞാൻ ആ കാല് കഴുകിയില്ല. ഈശോയുടെ ചോരയല്ലേ. ഞാൻ ചെന്നു. എൻ്റെ മുഖമൊക്കെ വല്ലാതിരിക്കുകയാണ്. അച്ഛൻ എന്നോട് പറഞ്ഞു, സെബാസ്റ്റ്യൻ, ജീസസ് വാഷ്ഡ് ദ ഫീറ്റ് ഓഫ് പീറ്റർ വിത്ത് വാട്ടർ, ബട്ട് ജീസസ് washed your feet with his holy blood. ഹല്ലേലൂയ. പത്രോസിന്റെ കാല് ഈശോ വെള്ളം കൊണ്ടാ കഴുകിയെങ്കിൽ സെബാസ്ത്യ, നിന്റെ കാല് കർത്താവ് കഴുകിയിരിക്കുന്നത് അവന്റെ ചോര കൊണ്ടാ. ഹല്ലേലൂയ. വാവിട്ട് കരഞ്ഞു, വാവിട്ട് കരഞ്ഞു. ദൈവമക്കളെ ഓർത്തു. അച്ഛൻ കൂട്ടിച്ചേർത്തു, നിന്റെ നടപ്പ്, നിന്റെ യാത്രകള്, നിന്റെ വഴികള് ഇനി നീ സൂക്ഷിച്ചോണം. ഇനി ഈ കാലുകൊണ്ട് നീ പോകുന്ന ഇടങ്ങള്, നീ യാത്ര ചെയ്യുന്ന ഇടങ്ങള്,
നീ അത് സൂക്ഷിച്ചോണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എപ്പോഴും പറയുമ്പോൾ എൻ്റെ കാല് നനഞ്ഞിരിക്കുന്ന പോലെയൊക്കെ തോന്നുന്നു മക്കളെ. സത്യമായിട്ടും എൻ്റെ ഒരു അനുഭവം. ഇന്ന് ആ മലയിൽ അച്ഛൻ്റെ പള്ളി കൊണ്ടുപോയി, അവിടെ ചെന്ന് ഭയങ്കര പവർ, ഭയങ്കര കൃപ. അവർ പൊളിച്ചിട്ടിരിക്കുന്ന പള്ളിയാണ്, കണ്ടിക്കുഴിയാന്ന് തോന്നുന്നു, കണ്ടിക്കുഴി പള്ളി മണതുകൊണ്ടിരിക്കുക അച്ഛനവിടെ. ഒരു കുഞ്ഞു പള്ളി പകുതിയേ ഉള്ളൂ. ഞാൻ പറഞ്ഞ ഇതിനകത്ത് എന്താ ഈ നടക്കുന്നത്? അവിടെ വരുന്ന പാവങ്ങളുടെ കണ്ണീരും പ്രാർത്ഥനയും, ആ കുരിശിനെ നോക്കി എന്തുമാത്രം പേര് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. അവിടെ അന്തോണിസ് പുണ്യാളിരിപ്പുണ്ട്, അവിടെ സെബസ്ത്യാനോസ് പുണ്യാളിരിപ്പുണ്ട്, അവിടെ പരിശുദ്ധം ഇരിപ്പുണ്ട്. യു ക്യാൻ ഫീൽ ദ പവർ, യു ക്യാൻ ഫീൽ ദ ദൈവമക്കളെ. ദൈവത്തിൻ്റെ ഒരു ആംബിയൻസ് ഉണ്ട്, ദൈവത്തിൻ്റെ ഒരു ആംബിയൻസ് ഉണ്ട്. ഇന്നലെ ആരോ പറഞ്ഞു, കുർബാന ഇന്നലെ ഇവിടെ കൊണ്ടുവെക്കുന്നവരെ ചൂട് പിടിച്ചിരുന്നൊക്കെയായിരുന്നു. കുർബാന ഈ ആൾത്താരിലേക്ക് കൊണ്ടുവന്നപ്പം ഇവിടെ മുഴുവൻ വല്ലാത്തൊരു തണുപ്പ്. ഇന്നലെ രാത്രിയിൽ ഒരു വല്ലാത്തൊരു ചേഞ്ച് മക്കളെ. ക്രിസ്തു വരുന്നിടത്തൊരു ക്ലൈമാറ്റിക് ചേഞ്ച് ഉണ്ടാവും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ക്രിസ്തു ഇന്ന് രാത്രി നിങ്ങളുടെ വീട്ടിലെത്തുമ്പോ നിങ്ങളുടെ വീട്ടിലൊരു ക്ലൈമാറ്റിക് ചേഞ്ച് ഉണ്ടാവണം. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മാറണം, നിങ്ങളുടെ ബന്ധങ്ങളിൽ മാറ്റം ഉണ്ടാവണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ മാറ്റം വരുത്തും മക്കളെ, അവൻ മാറ്റം വരുത്തും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് ആരാധനയിലേക്ക് പോകാം അല്ലേ? 9 മണിയാകുന്നു. ഒരു മര്യാദയ്ക്ക് വേണ്ട എന്തായാലും. ഹല്ലേലൂയ. മക്കളൊന്ന് എഴുന്നേറ്റെ ഒന്ന് കണ്ണുകളടച്ച്, ലോകത്തിൻ്റെ കണ്ണടച്ച മക്കളെ. ഇപ്പം പറയാൻ ഇഷ്ടമില്ല, എന്നാലും പറയുക. വെളിപാടിൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വചനമുണ്ട് കേട്ടോ. വെളിപാടിൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുക. വെളിപാടിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു. കൊല്ലപ്പെട്ടതായി, appears to be dead, not dead. ചത്ത ആടല്ല, കൊല്ലപ്പെട്ടതുപോലെ തോന്നുന്ന ഒരു കുഞ്ഞാട്. ആ കുഞ്ഞാട് ജീവനുള്ള കുഞ്ഞാട്. അതിന് ഇതാ നാല് ജീവികൾ, 24 എൽഡേഴ്സ്, ഉന്നതർ, 12 പൂർവപിതാക്കളും 12 അപ്പോസ്തലന്മാരും അതിനു മുമ്പിൽ ശിരസ് അമിച്ച് നിൽക്കുക. വധിക്കപ്പെട്ട കുഞ്ഞാട്. പൊന്നുമക്കളെ, മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള അഭിഷേകം, മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കൃപ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരിക. നാളെ നമ്മൾ ധ്യാനിക്കുന്നത് കുർബാനയാണ് നാളത്തെ ധ്യാന വിഷയം. ദൈവമക്കളെ, അവരെങ്ങനെ നിന്നെ സ്നേഹിച്ചെന്ന്, അവനെങ്ങനെ നമുക്ക് വേണ്ടി ബലിയായെന്ന്, അവന്റെ ബലിയുടെ അർത്ഥം എന്തെന്ന്, അവന്റെ ചങ്കിലെ ചൂടിന്റെ അർത്ഥം എന്തെന്ന്, അവൻ ഉയർത്തിക്കാണിച്ച ക്ലാസയുടെ അർത്ഥം എന്തെന്ന്. ഇതാ പത്രോസിനെ ബലപ്പെടുത്തുന്ന തെരുവില് സ്ത്രീകളോട് പറഞ്ഞു, ജെറൂസലേം മക്കളെ, എന്നെ ഓർത്ത് നിങ്ങൾ കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയും. ദൈവമക്കളെ, ദൈവത്തിന്റെ വലിയ കാരുണ്യമുള്ള ഒന്ന് ആഗ്രഹിച്ച്, ഇതാ നിന്റെ സകല പ്രശ്നങ്ങൾക്കും യാഹ്വേയേ, ഇതാ കർത്താവ്, he will provide whatever you need. നിനക്ക് ആവശ്യമുള്ളതൊക്കെ ഈ ആൾക്കാരിൽ കർത്താവ് നിനക്ക് തരാൻ പോവുക. ക്രിസ്തുവാണ് എല്ലാ അനുഗ്രഹങ്ങളുടെയും എല്ലാ കൃപയുടെ സോഴ്സായി നിൽക്കുന്നവൻ. ദിവ്യകാരുണ്യനാഥൻ, ഇതാ വധിക്കപ്പെട്ടതുപോലെ തോന്നുന്ന കുഞ്ഞാട് ഇതാ തിരുവൾത്താരയിലേക്ക് കടന്നു വരിക. അവൻ ജീവിക്കുന്ന കുഞ്ഞാടാണ്. അവന് 7 കൊമ്പുകൾ, അവന് 7 കണ്ണുകൾ. ഇതാ സർവ അധികാരവും അവന്റേതാണ്. ഇതാ അവനിൽ സകല ജ്ഞാനവും ഒഴുകുന്നു. ഇരു കരങ്ങൾ ഉയർത്തി ഈശോയേ, ഈശോയേ, കരഞ്ഞു വിളിച്ച് ഈശോയേ, ഈശോയേ. ഉദ്ധിതനായവനേ യേശുനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ലോകരക്ഷകനേ
പാപമോചകനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോ ഉദ്ധിതനായവനേ സുനാഥനേ എല്ലാ ശാപങ്ങളും നീങ്ങുക, എല്ലാ ബന്ധനങ്ങളും വഴിയുക. ലോകരക്ഷകനേ പാപമോചകനേ ഉലകിൽ സമ്മരിയെ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ വെളിപാടിന്റെ പുസ്തകം 5-ാം അധ്യായം 7-ാം വാക്യം. ഇതാ കുഞ്ഞാടിന്റെ മുമ്പിൽ 24 ശ്രേഷ്ഠന്മാരും 4 ജീവികളും സാഷ്ടാംഗം പ്രണമിച്ചു. ഓരോരുത്തരും വീണയും വിശുദ്ധന്റെ പ്രാർത്ഥനകളാകുന്ന പരിമള ദ്രവ്യം നിറഞ്ഞ സ്വർണ്ണ കലശങ്ങളും കയ്യിലെത്തിയിരുന്നു. അവർ ഒരു പുതിയ ഗാനം ആലപിച്ചു. പുസ്തക ചുരുൾ സ്വീകരിക്കാൻ അതിന്റെ മുദ്രകൾ തുറക്കപ്പെടാനും യോഗ്യനാണ് നീ. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവിക രഹസ്യങ്ങൾ കർത്താവ് വെളിപ്പെടുത്തുക. ദൈവത്തിന്റെ കരുണ ഇത് കർത്താവ് ഒഴുക്കുക. ഞാൻ സിംഹാസനത്തിന്റെയും ജീവികളുടെയും ശ്രേഷ്ഠന്മാരുടെയും ചുറ്റും അനേകം ദൂതന്മാരെ കണ്ടു. അവരുടെ സ്വരവും ഞാൻ കേട്ടു. അവരുടെ എണ്ണം 10,000-ങ്ങളുടെ 10,000-ങ്ങളും 1000-ങ്ങളുടെ 1000-ങ്ങളുമായിരുന്നു. ഈ രാത്രിയിൽ പൊന്നു കുഞ്ഞ് നീ ദിവ്യകാര്യത്തിലേക്ക് നോക്കുമ്പോ 10,000-ങ്ങളുടെ 10,000-ങ്ങള് 1000-ങ്ങളുടെ 1000-ങ്ങള് ഇതൊക്കെ സ്വർഗ്ഗ പുഴുവരുത ഈ മലമടക്കുകളിലേക്ക് ആകി വരുന്നു. ദൂതന്മാർ ഒത്തുചേർന്ന് കർത്താവിനെ സ്തുതിക്കുന്നു. ആമേൻ ആമേൻ യേശുനാഥ ആമേൻ ആമേൻ ദൈവപുത്ര ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ ആമേൻ ആമേൻ യേശുനാഥ ആമേൻ ആമേൻ ദൈവപുത്ര ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. അവർ ഉച്ചസ്വരത്തിൽ ഉദ്ഘോഷിച്ചു. കൊല്ലപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ആധിപത്യവും ബഹുമാനവും മഹത്വവും സ്തുതിയും സ്വീകരിക്കുവാൻ യോഗ്യനാണ്. ഈ ദിവ്യകാരുണ്യം ശക്തിയും ധനവും ജ്ഞാനവും ആധിപത്യവും ബഹുമാനവും മഹത്വവും സ്തുതിയും സ്വീകരിക്കുവാൻ യോഗ്യനാണ്. ആമേൻ ആമേൻ യേശുനാഥ ആമേൻ ആമേൻ ദൈവപുത്ര ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്കടിയിലും സമുദ്രത്തിലുമുള്ള എല്ലാ സൃഷ്ടികളും ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. സിംഹാസനസ്ഥനും കുഞ്ഞാടിനും എന്നേക്കും സ്തുതിയോ ബഹുമാനവും മഹത്വവും ആധിപത്യവും. ആമേൻ ആമേൻ യേശുനാഥ ആമേൻ ആമേൻ ദൈവപുത്ര ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. ആമേൻ യേശു
യേശുനാഥ ആമേൻ ദൈവപുത്ര ആമേൻ സർവസത്താ നിത്യപിതാവേ ആമേൻ 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 യേശുനാഥ ആമേൻ ദൈവപുത്ര ആമേൻ സർവസത്താ നിത്യപിതാവേ പൗരോഹിത്യ അധികാരവും അഭിഷേകം ഉപയോഗിച്ച് അച്ഛന്മാരിപ്പോൾ കരമുയർത്തി മക്കൾക്ക് വേണ്ടി ഒരു ബന്ധന പ്രാർത്ഥന ചെയ്യുന്നു. ഈ രാത്രിയിലെ ഒരു ബന്ധന പ്രാർത്ഥന അച്ഛന്മാർ എഴുന്നേറ്റിൽ നിന്ന് ഇരു കരങ്ങളും മക്കളുടെ നേരേക്ക് ഈ സമയത്ത് ഉയർത്തിപ്പിടിക്കുകയാണ്. കർത്താവിന്റെ അഭിഷേകം ലഭിച്ച കർത്താവ് ക്രിസ്തുവിനെ കയ്യിൽ പുരട്ടി കിട്ടിയവരാണ് പുരോഹിതര്. ക്രിസ്തുവിനെ കയ്യിൽ പുരട്ടി കിട്ടിയവരാണ് പുരോഹിതര്. അതുകൊണ്ടാണ് ഈ പുരോഹിതരെ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുത രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാകുന്നത്. ക്രിസ്തുവിനെ കയ്യിൽ പുരട്ടി കിട്ടിയ പുരോഹിതര് ഇതാ കർത്താവിന്റെ സന്നിധിയിൽ ആ ക്രിസ്തു കൈകൾ ഉയർത്തി ഈ സമയത്ത് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഇരുകരങ്ങളുടെ ശിരസിലേക്ക് വെക്കാം. അച്ഛന്മാര് കരങ്ങൾ ഉയർത്തി പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ശിരസിലേക്ക് ഇരുകരങ്ങൾ വെച്ച് ഓ കർത്താവായ ഈശോയേ സ്തുതിച്ച് പ്രാർത്ഥിച്ച മകളെ ഹീരാ 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 ഈശോയേ ഈശോയേ ഹീരാ 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 ഓ കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ പൗരോഹിത്യ അധികാരം അഭിഷേകം ഉപയോഗിച്ച് പരിസഭയോട് ഫ്രാൻസിസ് പാപ്പായോട് പിതാവിനോട് ജസ്യ പിതാവിനോട് പിതാക്കന്മാരുടെ വൈദിക കൂട്ടായ്മയിൽ ഇതാ അഭിഷേകത്തെ കരങ്ങളുയർത്തി പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവ് ഈ മക്കളെ പീഡിപ്പിക്കുന്ന ദുരാത്മ ശക്തികൾ, ചിന്തയുടെ സ്വാധീനങ്ങൾ, നാരകീയ ശക്തികൾ, പൈശാചിക ശക്തികൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ ഈശ്വരൻ തിരിച്ചവരുകൊണ്ട് കുട്ടിയിട്ട് ശാസിച്ച് ബന്ധിച്ച് പരീക്ഷ പ്രാർത്ഥിക്കുന്നു. വിട്ടുപോട്ടെ 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 വിട്ടുപോട്ടെ. ഈ മകളെ ഭാരപ്പെടുത്തുന്ന കുറ്റബോധങ്ങൾ, നിരാശാബോധങ്ങൾ, ഇന്നലകളിൽ വന്നുപോയിട്ടുള്ള തെറ്റുകൾ, കുറ്റങ്ങൾ, പാപങ്ങൾ, അപരാധങ്ങൾ, കുറ്റബോധങ്ങൾ, ഇനി ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, മാപ്പ് കൊടുത്തിട്ടില്ലാത്ത അവസ്ഥകൾ, ചെയ്തു പോയ ചതികൾ, വഞ്ചനകൾ, പിന്നീട് ദുരാത്മാക്കൾ ഈ മക്കളെ, ഇവരെ കുടുംബങ്ങളെ, ഇവരെ പ്രിയപ്പെട്ടവരെ വിട്ടുപോ വിട്ടുപോ. തലമുറയായിട്ട് വരുന്ന ചില മാരക രോഗങ്ങൾ, ചില മാങ്ങാ രോഗങ്ങൾ, ചില കുടുംബ പ്രശ്നങ്ങൾ, മാനസിക രോഗങ്ങൾ, ബുദ്ധി വൈകല്യങ്ങൾ, കൂടെ കൂടെയുള്ള അപകടങ്ങൾ, പെടുമരണങ്ങൾ, ആത്മഹത്യാ പ്രകടനങ്ങൾ ഈശോടെ തിരിച്ചു വരിക. ഈ മക്കളെ ബുദ്ധിയിട്ടുകൊണ്ട് ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. വിട്ടു പോട്ടെ വിട്ടു പോട്ടെ വിട്ടു പോട്ടെ. ഇപ്പോൾ ഇവിടെ കുടുംബനാഥന്മാരുടെ വിശുദ്ധ കുരിശിന്റെ മുദ്രയിടുന്നു. അവരുടെ മനസ്സിലെ ഭാരങ്ങൾ, ദുഃഖങ്ങൾ, ആകുലങ്ങൾ, നിരാശകൾ, ആകാംക്ഷകൾ യേശുനാമത്തിൽ ഈ സമയത്ത് ശാസിച്ച് ബന്ധിച്ച് വിടുതൽ ലഭിക്കട്ടെ, വിടുതൽ ലഭിക്കട്ടെ, വിടുതൽ ലഭിക്കട്ടെ.
ഭർത്താവ്, ഭാര്യമാര്, ഇവരുടെ മനസ്സിലെ ഭാരങ്ങൾ, ദുഃഖങ്ങൾ, കുറ്റബോധങ്ങൾ, സങ്കടങ്ങൾ, നിരാശകൾ ഈശോയുടെ തിരിച്ചവരെ കൊണ്ട് മുദ്രയിട്ട് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. വിട്ടു പോട്ടെ, വിട്ടു പോട്ടെ, വിട്ടു പോട്ടെ. ഈ സമൂഹത്തിൽ ഇപ്പോഴുള്ള യുവതി യുവാക്കന്മാരുടെ മേൽ തിരിച്ചവരെ കൊണ്ട് വിശുദ്ധ കുരിശിനെ മുദ്രയിടുന്നു. അവരുടെ ഭാവി ജീവിതത്തെ പിന്നിൽ ആകാംക്ഷകൾ, വിവാഹ തടസ്സങ്ങൾ, ജോലി തടസ്സങ്ങൾ, വീസ തടസ്സങ്ങൾ, പഠന തടസ്സങ്ങൾ, ജീവിതത്തിൽ ചില ബന്ധനങ്ങൾ, ചില സിനിമയുടെ അടിമത്തങ്ങൾ, ചില ദുഃഖങ്ങൾ, നിരാശകൾ, ആകുലതകൾ വിട്ടുമാറാത്ത തിരിച്ചവരെ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബന്ധിക്കുന്നു. വിട്ടു പോട്ടെ, വിട്ടു പോട്ടെ, വിട്ടു പോട്ടെ. വിദ്യാർത്ഥികളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഓ കർത്താവായ ദൈവമേ, കുടുംബത്തിനും സഭയ്ക്കും സമൂഹത്തിനും അത് സമ്മാനമായി നൽകിയ ദൈവിക സമ്മാനമാണല്ലോ ഈ കുഞ്ഞുങ്ങൾ. ഈ സമയത്ത് തിരിച്ചവരമുണ്ട്. ഈ മക്കളെ മുദ്രയിട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതങ്ങൾ, പഠന മേഖലകൾ, ഇവരെ പഠിക്കാനുള്ള തടസ്സങ്ങൾ, ഈ ദിവസങ്ങളിൽ മക്കളിൽ ഇരുന്ന പരീക്ഷകൾ, ഇവരുടെ സ്വഭാവ വൈകല്യങ്ങൾ, ജീവിത വൈകല്യങ്ങൾ, ഓ കർത്താവ് ബുദ്ധി വൈകല്യങ്ങൾ, വൈകല്യങ്ങൾ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബന്ധിക്കുന്നു. വിട്ടു പോട്ടെ, വിട്ടു പോട്ടെ, വിട്ടു പോട്ടെ. സാത്താനെ ശാസിക്കുന്നു, സാത്താനെ ശാസിക്കുന്നു. സാത്താനെ ശാസിക്കുന്നു, ഈ ദേശത്തിന് വിട്ടുപോ. യേശു ക്രൂശിലെ പീഡകളാലോ നിങ്ങളെ വിട്ടുപോ. ഈ ദേശത്തിന് വിട്ടുപോ. ക്രൂശിലെ പീഡകളാലോ നിങ്ങളെ ശാസിക്കുന്നു, എന്നേക്കും വിട്ടുപോകാ, എന്നേക്കും വിട്ടുപോകാ. ഇരുകരങ്ങളും ത്രിപാലിയിലേക്ക് നീട്ടിപ്പിടിച്ച് അത്ഭുത വിടുതലുകൾ ഉണ്ടാവട്ടെ, അത്ഭുത രോഗസാധ്യതകൾ ഉണ്ടാവട്ടെ, ശാപങ്ങൾ നീങ്ങിപ്പോകട്ടെ, തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ജീവിതമക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, സമർപ്പിത അനുഗ്രഹിക്കപ്പെടട്ടെ. വിളിച്ച മക്കൾ ഈശോയെ, ബ്രെയിൻ സംബന്ധമായിട്ട് രോഗപീഠകളുള്ള മക്കളെ സ്വതന്ത്ര സൗഖ്യം കാണിക്കുകയാണ്. വിട്ടുമാറാത്ത തലവേദന, മൈഗ്രൈനുണ്ട്, തലയ്ക്ക് പരിക്കേറ്റവര്, തലയ്ക്ക് സർജറികൾ കഴിഞ്ഞിട്ടുള്ളവര്, വിട്ടുമാറാത്ത തലവേദന വരുന്ന മക്കളെ ഈശോത്തെ ഓർമ്മക്കുറവ്, അല്ലാത്ത ഓർമ്മക്കുറവ് അനുഭവപ്പെടുന്ന ഏതാണ്ട് ഒരു 14 പേരോളം ഇപ്പോൾ വിടുതൽ പ്രാപിക്കുന്നുണ്ട്. ബ്രെയിൻ സംബന്ധമായിട്ട് രോഗപീഠങ്ങളുള്ള 38 പേരോളം സൗഖ്യം പ്രാപിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മ സന്ദേശം തരുന്നു. വയറ്റിലും മുഴ, വയറ്റിൽ സർജറി വേണ്ടവര്, ഇൻഡസ്റ്റൈൻ, കുടൽ സംബന്ധമായ രോഗങ്ങള്, ആൾസർ, പൈൽസ്, ഹെർണിയ രോഗപീഠകള്, ഗ്യാസ്ട്രൈറ്റിസിന്റെ രോഗപീഠകള്, വയറ്റിന് ബ്ലഡ് പോകുന്ന അവസ്ഥകള്, ഉദര രോഗങ്ങൾ മൂലം ക്ലേശിത 70-ലധികം മക്കൾക്ക് സൗഖ്യം ലഭിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മ സന്ദേശം തരുന്നു. വിവാഹ തടസ്സങ്ങൾ അനുഭവപ്പെടുന്ന ഏതാണ്ട് 44ഓളം മക്കള് വിവാഹ തടസ്സങ്ങൾ നീങ്ങിപ്പോകുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മ സന്ദേശം തരുന്നു. സാമ്പത്തിക നിരക്കുകളെ കടക്കെ സൂചിച്ച മകളെ അങ്ങനെ ഇവിടെ നിങ്ങൾക്ക് വേണ്ടത് സാമ്പത്തിക ഞെരുക്കങ്ങളെ, കടക്കണികളെ, ചെത്തി നോട്ടീസുകൾ, വല്ലാത്ത സാമ്പത്തിക ബാധ്യതകളിൽ എത്തി നിൽക്കുന്ന മക്കള് വിശ്വകർത്താവ് ഏതാണ്ട് 110ഓളം കുടുംബങ്ങളുടെ സാമ്പത്തിക മേഖലകൾ, വരുമാന മാർഗങ്ങൾ, ജോലി മേഖലകൾ അനുഗ്രഹിക്കപ്പെടുന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്നു.
കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന 20-22 കുടുംബങ്ങളോളം അനുഗ്രഹിക്കപ്പെടുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മ സന്ദേശം തരുന്നു. വിദേശ യാത്രാ വീസ തടസ്സങ്ങൾ, വിദേശ ജോലി തടസ്സങ്ങൾ, വിദേശത്തായിട്ട് ശരിക്കും ജോലിയില്ലാത്ത അവസ്ഥകൾ, പരീക്ഷകൾ എഴുതി പരാജയപ്പെട്ടു പോയത് പ്രയാസപ്പെടുന്നവര്, വിദേശത്തായിട്ട് സെറ്റിലാകാൻ പറ്റാത്ത അവസ്ഥകൾ, എന്നാൽ 60-ലധികം മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മ സന്ദേശം തരുന്നു. ഏതാനും വൈദികരെ കർത്താവ് കാണിക്കുന്നത്, സൗഖ്യത്തിന്റെ മേഖലയെ കർത്താവ് കാണിക്കുന്നത്. നാളുകളായിട്ടുള്ള ലോകങ്ങളിലേക്ക് രോഗപീഠങ്ങളായിരിക്കാം, അച്ഛന്മാർക്ക് അത്ഭുതകരമായ അഭിഷേകം കിട്ടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദർശനം തരുന്നു. സ്ഥല സംബന്ധമായുള്ള പ്രശ്നങ്ങള്, കേസുകള്, അതിർത്തി തർക്കങ്ങള്, വഴി പ്രശ്നങ്ങള് ഈശോ കർത്താവ് ഇടപെടുന്നതായിട്ട് വെളിപ്പെടുകയാണ്. അങ്ങനെ സ്ഥല സംബന്ധമായ പ്രശ്നം, ജപ്തി നോട്ടീസുകളായിരിക്കാം, സ്ഥല സംബന്ധമായിട്ടുള്ള വഴക്കുകള് ഈശോ കർത്താവ് ഇടപെടുകയാണ്. 40-ലധികം കുടുംബങ്ങള് അനുഗ്രഹിക്കപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു. ക്യാൻസർ രോഗികളായിട്ടുള്ള 23 പേർക്ക് സൗഖ്യം ലഭിക്കുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു. കുർബാനയിലേക്ക് നോക്കിയ മക്കൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു, കരഞ്ഞു പ്രാർത്ഥിക്കാം. ആരെങ്കിലൊക്കെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് കടന്നു വന്ന കുറച്ച് മക്കളുടെ നമുക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു. അത്ഭുതകരമായ അഭിഷേകം മക്കൾക്ക് കിട്ടണം. നിങ്ങളുടെ ദൂരദേശത്തു നിന്നൊക്കെ വന്ന മക്കളുണ്ട് കൂട്ടത്തിൽ. വീട്ടിൽ എല്ലാവരും കൂടെ അകത്തിരിച്ചിരിക്കുക, വീടും കൂട്ടിയിട്ട് നിങ്ങളുടെ വീടുകൾക്ക് തിരിച്ചവരുടെ സംരക്ഷണമൊക്കെ ഉണ്ട്. നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് തിരിച്ചവരുടെ സംരക്ഷണമൊക്കെ ഉണ്ട്. രോഗിയായിട്ടുള്ള കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഈശോ അനുഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഹോസ്പിറ്റലിലാവാം, അല്ലെ വീട്ടിലായിരിക്കാം, അല്ലെ നാളുകളായിട്ട് മരുന്ന് കഴിക്കുന്ന അവസ്ഥയിലായിരിക്കാം, അല്ലെ ഇവിടെ തന്നെ ഇരിപ്പുണ്ട് ആ നാളുകളായിട്ട് മരുന്ന് കഴിക്കുന്നവര്. ഏതാണ്ട് 30-ലധികം പേർക്ക് സൗഖ്യം കൊടുക്കുന്നുണ്ട്. സ്ത്രീ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ 37 പേരോളം സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുക. സർജറിക്ക് നിങ്ങൾ മക്കൾ സർജറി കൂടാതെ സൗഖ്യം. വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന മക്കള്, ഇന്ന് പരീക്ഷ എഴുതിയിട്ട് വന്ന മക്കള് വിശുദ്ധ കുരിശിനെ മുത്തിയിട്ട് പ്രാർത്ഥിക്കുക. ഇന്ന് പരീക്ഷ ചെയ്ത കുഞ്ഞുങ്ങളുടെ മേൽ വിശുദ്ധ കുരിശിനെ മുത്തിയിടുക. +2 പരീക്ഷ എഴുതിയ കുഞ്ഞുങ്ങളുടെ മേൽ, +1 പരീക്ഷകൾ എഴുതുന്ന കുഞ്ഞുങ്ങളുടെ മേൽ, 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതിയ കുഞ്ഞുങ്ങളുടെ മേൽ, ബോർഡ് എക്സാമുകൾ എഴുതിയ കുഞ്ഞുങ്ങളുടെ മേൽ വിശുദ്ധ കുരിശിനെ മുത്തിയിട്ട് ക്രിസ്തുവിന്റെ വിജയം തരിക. മക്കളെ കുർബാനയിലേക്ക് നോക്കിയേ. നാളെ കുർബാനയുടെ പെരുന്നാളാണ്, കുർബാനയുടെ ദിവസമാണ് നാളെ. മറ്റന്നാള് പരിശുദ്ധാത്മാവിന്റെ സഭയുടെ പെരുന്നാളാണ്, ഞായറാഴ്ച. ഈ 2 ദിവസം കൂടിയുള്ളൂ. ആഗ്രഹിച്ചു മാറാൻ കൃപയോടെ വിട്ട് ദൈവത്തിന്റെ നഗരത്തിൽ നിന്ന് ദൈവത്തിന്റെ നിവാസത്തെ നനച്ചുകൊണ്ടൊഴുകുന്നൊരു നദിയുണ്ട്. ആ നദി ഭൂമിയിലേക്ക് ഒഴുകുക. ദൈവകരുണയുടെ നദി, ആ കാരുണ്യത്തിന്റെ നദി. ദൈവമക്കളെ, നിശ്ചയം നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകും.